റോഡ് കംപ്ലീറ്റ് ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത്രയും പെട്ടെന്ന് ഇത്രയും സ്പീഡിൽ പണി നടന്നില്ല. നിസ്സാര കാര്യമായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ലേ? സർവീസ് റോഡ് ഇപ്പം അങ്ങ് വരെയുണ്ട്, കരുനാഗപ്പള്ളി വരെയുണ്ട്. ആ തോടൊക്കെ കുഴിച്ച് ഏത് കാലത്ത് വരാനെന്ന് പറഞ്ഞാൽ ഇതാണ് പെട്ടെന്നായി ഈ വവക്കാവില്ലേ. ശരിയാ. ഞാൻ വിചാരിച്ചു ഇതിന്റെ മാർബിൾ ഇതിന് മുമ്പിലുള്ള തോട് കണ്ടു കഴിഞ്ഞാൽ ഈ കാട്ടിലൊക്കെ ശരിയാവും ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അതാണ് ആദ്യമായത്. ഇവിടെ വേറൊരു മേൽപ്പാലം കൂടെ വേണമെന്നാണ് അവർ നാട്ടുകാർ പറയുന്നത്. ഈ ഗോവാക്കാവിൽ നേരെ ഇങ്ങോട്ട് വരുന്ന വണ്ടി, ഇവിടെ നേരെ വരുന്ന വണ്ടി ഇവിടെ വേറെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വണ്ടിക്ക് ഇങ്ങോട്ട് തിരിയണമെങ്കിൽ ചങ്ങംകുളങ്ങര പോയിട്ട് വേണമല്ലോ തിരിയാനായിട്ട്. അവിടുന്ന് വരുന്ന വണ്ടി അവിടുന്ന് വരുന്ന വണ്ടിയാ ഇവര് പറയുന്നത്. നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ ഓൾറെഡി ഇല്ലാത്ത കാരണം വെച്ചില്ലേ. ഏതാ ഞാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മളെ കട്ടില് പോലത്തെ കട്ടിലും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്നാളിൽ അവിടെ ഏതാടാ എന്ത് തരം മരമാണെന്ന് നോക്കണം. ഏതാ അത് കണ്ടിട്ട് പ്ലാവിൻ തടി പോലെയാണ് തോന്നുന്നത്. പ്ലാവും തേക്കും കൂടെ മിക്സ് ആണ് തോന്നുന്നത്. ഇത് ഈ ഫ്ലൈ ഓവറിന് വേണ്ടിയാണോ? ഏതാ ഈ മഞ്ഞ കളം പോലത്തെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാൻ അവിടെ നിന്നുള്ള ആളുകൾക്ക് നടന്നു പോകാനുള്ള ഇതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഫ്ലൈ ഓവർ പോലെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ വേണ്ടിട്ടേ. ഇത്രയും വലിയ റോഡാവുമ്പം ഇത് ക്രോസ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ട് ഇതുവഴി ക്രോസ് ചെയ്യാൻ പറ്റൂലോ. രണ്ട് ഭാഗവും ഇത് കംപ്ലീറ്റ് ഇപ്പൊ ഇതിന് വേണ്ടിയാണ്ട് തുറന്നിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതാ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് തുറന്നിട്ടിരിക്കുന്നതേ ഉള്ള ഗതാഗതത്തിന് വേണ്ടിയാണ്. പിന്നെ ക്രോസ് ചെയ്യും. ഇത് എത്ര ദൂരം വന്നിട്ടാ ഇത് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പൊ മേളിൽ കൂടെ നടന്ന് പോകുന്ന ബസ് സ്റ്റോപ്പുള്ളിടത്തൊക്കെ കാണും. പെട്ടിവണ്ടി കടിത്ത് കൊണ്ടുവന്നേ കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡാ പഴയ ഈ ഇതിന്റെയൊക്കെ ഫ്രിഡ്ജിന്റെ വാഷിംഗ് മെഷീന്റെ ഒക്കെ കവർ വരുത്തി അതുപോലെ വലിയതാ. AC-യുടെ കട്ടിയുള്ള തരം, കട്ടി കുറഞ്ഞ തരമല്ല. സാധാ കാർഡ്ബോർഡ് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ തരം. ഇത് കൂടിയ തരം, കട്ടി കൂടിയ തരം. അത് ഈ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV ഇതൊക്കെ പൊതിഞ്ഞു വരുന്ന തരം. AC കട്ടിയുള്ള തരം. മേൽപ്പാലം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അതെ അതെ. ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഉള്ളു. പണ്ട് ഇവിടെ എന്തോ ആയിരുന്നു ഒരു പുതിയകാവ് ജംഗ്ഷൻ. പഴയ ഒരുപാട് ഈ നിരപ്പലകയുള്ള കടകളുണ്ടായിരുന്നു. അതുകൂടാതെ വലിയൊരു ആലുണ്ടായിരുന്നു ഹൈവേയുടെ അടുത്തായിട്ട്. എന്നിട്ട് അവിടെ പഴയ ചായക്കടകളുണ്ട്, പഴയ ഉണ്ടംപരി, ബോണ്ട. മനസ്സിലായേ? ഈ മതില് പിന്നീട് പൊളിഞ്ഞതാണ്. ഏതാ? അത് പൊളിഞ്ഞു വീണതാ. ഇതാണ് പുതിയകാവ് ജംഗ്ഷൻ എന്ന് പറയുമ്പോഴേ ഇതൊരു വലിയൊരു ജംഗ്ഷൻ ആയിരുന്നു. ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നല്ലേ? ഇഷ്ടംപോലെ കടമുറി ഉണ്ടായിരുന്നു. പിന്നെ TK മെഡിക്കൽസ്, ഇഷ്ടംപോലെ മെഡിക്കൽസും കടമുറികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതെ, ഇതാണ് നമ്മുടെ പഴയ തരംഗം തിയേറ്ററൊക്കെ നസീർ 1980 വണ്ടിയിടാനുള്ള സ്ഥലമില്ലാതെ പോയോണ്ടാ. പിന്നെ പഴയ ഇതാണല്ലോ ഒരുപാട് വർഷം പഴക്കമുണ്ട്. 45-50 വർഷത്തോളം പഴക്കമുണ്ട്. അതെ അതെ. എവിടെ? നൂല് പോലെ കഴിഞ്ഞ ആഴ്ച ഇതുവഴി വന്നപ്പോ പൂത്തിട്ടുണ്ടായിരുന്നു. നൂല് പോലെ ആയിട്ടുണ്ട്. മാങ്ങകളെല്ലാം പഴുത്തു തുടങ്ങി. ഈ പച്ചമാങ്ങ കിട്ടാനുണ്ടാവൂല. ഇഷ്ടം പോലെ മാങ്ങ അത് ലാസ്റ്റ് പിടിച്ചതായിരിക്കും. ചില മാവുകള്
2 പ്രാവശ്യം പോകും. ആണല്ലേ? പിന്നെ പ്രത്യേകിച്ച് ഈ ശബ്ദമലിനീകരണം ഉള്ളിടത്ത് കൂടുതൽ ശബ്ദം ഉണ്ടെങ്കിൽ കൂടുതൽ മാങ്ങ ഉണ്ടാവും. അത് ഈ റോഡ് സൈഡിൽ മാവ് മൊത്തം ഇങ്ങനെ നിറയെ പുതിങ്ങി വീടുള്ളിടത്ത് അത്ര ഉണ്ടാവില്ല. മുരിങ്ങ അതുപോലെ തന്നെയാണ് പറയുന്നത്. അത് കണ്ടറിയാലോ നമ്മൾ വീട്ടില് സൈഡുകളിലൊക്കെ അതായത് ഇച്ചിരി ഉള്ളിലോട്ട് മാറിയുള്ള വീടുകളിൽ നടന്ന മുരിങ്ങ അത്ര കായ്ക്കാറില്ലല്ലോ. റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കായ്ച്ചു. സ്റ്റുഡിയോ കഴിഞ്ഞോ? പക്ഷെ ആദ്യം ഇപ്പൊ അത്ര വലിയ ആളുകൾ ഇല്ല. ആദ്യം ഒരു തിരക്കുണ്ടായിരുന്നു. കോമൺ ആയല്ലോ അത്. പൊതുവെ അല്ല അത് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് വരുന്നതാണ്. ഏകദേശം എല്ലാവർക്കും അതിന്റെ ഒരു വല്ലപ്പോഴും. പക്ഷെ സ്റ്റുഡിയോയിലേ എല്ലാവർക്കും പറ്റിയ ഡ്രസ് ഇല്ല. അതില്ല, സൈസ് വ്യത്യാസം ഇത് കുറവാണ്. എല്ലാ ആളുകൾക്കും പറ്റിയ ഡ്രസ് ഇല്ല അവിടെ. മണ്ണുള്ളവർക്കുള്ള ഡ്രസ്. അത് മാത്രമല്ല ഫോർമൽസ് ഇല്ല, കാഷ്വൽസേ ഉള്ളൂ. അതായത് ഒറ്റ കളർ ലൈറ്റ് കളേഴ്സേ ഉള്ളൂ. കൂടുതലും സ്ത്രീകൾ ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ. ഈ നല്ല കളർഫുൾ ഡ്രസ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നേരെ പോകാൻ പറ്റുമോ? ലെഫ്റ്റ് എടുത്ത് പോകണം. ലെഫ്റ്റ് എടുത്ത് പോകാം. ഇങ്ങനെ പോകണം. ഇവിടെയും കൂടെ ശരിയാക്കി പക്ഷെ എത്ര വരെ പോകാൻ നിൽക്കും പറയാനൊക്കത്തില്ല. അവിടെ എന്തെങ്കിലും വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ മോഡൽ സ്കൂള്. ഹോസ്പിറ്റൽ ജംഗ്ഷനൊക്കെ നാരായണ SN കോളേജ് അല്ലേ? കെട്ടിടം പോയപ്പോഴാണ് ശരിക്കും കാണാൻ തുടങ്ങിയത്. പഴയ മോഡൽ സ്കൂളായിരുന്നു. മോഡൽ സ്കൂള് പഠിച്ച സ്കൂള് അല്ലേ? പക്ഷെ കെട്ടിടങ്ങളെല്ലാം പറ്റിയതാണ്. പഴയതൊന്നുമല്ല, അതിലും പഴയൊരു കെട്ടിടം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ ഇതല്ലേ എന്തോ ഇത് ജില്ലാ ഓഫീസാണോ അതോ ഇപ്പുറത്ത് കാണുന്ന കോൺഗ്രസിന്റെ കരുനാപ്പള്ളി ഓഫീസാന്ന് തോന്നുന്നല്ലേ? അതിപ്പോ വലുതാക്കി. മറ്റൊരു ചെറിയ 2 മുറി കെട്ടിടമല്ലായിരുന്നു, ഇപ്പൊ 2 നല്ല ആക്കി. പണിയെടുക്കുമ്പോ പ്രത്യേകിച്ച് മഴയും കൂടെ പറയണ്ട. KC സെന്ററിലും വർക്ക് കിടക്കുന്നുണ്ടല്ലോ. അത് പുതിയതായിട്ട് എന്തോ പണിയുന്നു, എന്തോ ഉള്ളത് പുതുക്കുവാണോ അവര്? റെനോവേഷൻ തേങ്ങ പോകുന്നുണ്ട്. തേങ്ങ പക്ഷെ ഓൾറെഡി അത് ഗ്ലാസ് ഇട്ടതായിരുന്നു. പിന്നെ സ്വർണ്ണക്കടയിലുള്ള ആളുടെ തിരക്ക്. സ്വർണ്ണത്തിന് വില കൂടുന്നതാണ്, തിരക്കിന് നല്ല കുറവാണ്. വില കൂടുന്നതിനനുസരിച്ച് ആളുകൾ കൂടുതൽ വന്നോണ്ടേ. മാക്സിന്റെ അടുത്ത് കൂടുന്നുണ്ട് വണ്ടികളുടെ എണ്ണം. ആണോ? സ്റ്റുഡിയോയിലുള്ള പോലെ തിരക്ക് ഇപ്പൊ മാക്സിൽ കാണുന്നുണ്ട്. മറ്റേ ആള് തീരെ ഇല്ലായിരുന്നു മാക്സിൽ. ഇതുപോലെ ഒരു മേൽപ്പാലൂടെ പണിയാണ് ഇപ്പൊ പണിഞ്ഞ പോലെ. ഇപ്പുറത്തോണ്ട് ഇതാണ്ട് തൂണ് പണി തരാനാ. അത് പറയാനൊക്കത്തില്ല. ഇത് പീസായിട്ട് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുവന്നേ. പോക്കടെ മുമ്പ് കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഇനി കൊല്ലം പോകാനായിട്ട് കരുനാപ്പള്ളി ടൗണിന്റെ ടച്ച് ചെയ്യേണ്ട കാര്യം വരില്ല അല്ലേ? മേളിൽ താഴെ ഇറങ്ങേണ്ട കാര്യമില്ലല്ലോ. ജനറേറ്റർ ഉണ്ട് സൈഡില്. അത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് മിക്സ് ചെയ്യണ്ടേ? ലൈറ്റിനൊക്കെ ആയിരിക്കും. ലൈറ്റ് പിന്നെ സിമെന്റ് നാടൻ ചീര അല്ലേ? നാടൻ ചീരയാ. നല്ല ഇവിടെ നല്ല നാടൻ പച്ചക്കറികൾ കിട്ടും കേട്ടോ. നല്ല അച്ചിങ്ങ പയറും ഒക്കെ ഉണ്ട്. ഇറാനി ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിച്ചാൽ നല്ല ഇറാനിയുടെ സുഗന്ധം, മസാല, ഇറാനി മസാലകളൊക്കെ കാണുമല്ലോ. ഇറാനി ചായയും എവിടാ? ഈ ചായ തോണി എന്ന് പറഞ്ഞ ഒരു കടയിൽ ഇവനൊരിക്കൽ ബൺമസ്ക വാങ്ങി കഴിച്ചായിരുന്നു. നമ്മുടെ ഇതില്ല ബണ്ണിനകത്ത് വെണ്ണ വെച്ചിട്ട് ഇച്ചിരി പഞ്ചാര ഇട്ട് അവിടെ. പക്ഷെ കലത്തപ്പം എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. ഈ നട്ട്സും
ഇതൊക്കെ ചേർത്തതാ. എവിടെ ഏത്തപ്പഴം അവിടെ. ആണോ? ഞങ്ങള് ഒരു ദിവസം സിനിമയ്ക്ക് വന്നപ്പോ ഇവിടെ ഹോട്ടലുകളില്ലാതെ ഗ്യാസ് ഇതുള്ള സമയത്തായിരുന്നു. അവിടെയുള്ള മേലുള്ള ഹോട്ടലുകളെല്ലാം അടച്ചിരിക്കുവായിരുന്നു, റെസ്റ്റോറന്റ് എല്ലാം അടച്ചു. അപ്പൊ അവിടെ പോയപ്പോ കലത്തപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൊള്ളായിരുന്നു സംഭവം. പൈസക്കുള്ള സാധനം ഉണ്ടായിരുന്നു, നല്ല കട്ടിയുള്ള, നല്ല ഈ നമ്മൾ ഈ കുക്കറിലൊക്കെ വേവിച്ചെടുക്കത്തില്ലേ കലത്തപ്പം എന്ന് പറയും, കട്ടിയുള്ള. അല്ലല്ല, അത് അരിപ്പൊടി ചേർക്കുന്നതാണ്. അതിനകത്ത് നട്ട്സ് ഒക്കെ അരച്ചു ചേർക്കും. അതിൻ്റെ കൂടെ ഏത്തപ്പഴവും ഏലക്കയൊക്കെ ഇട്ട്. മധുരമില്ല, പഞ്ചസാര ചേർക്കത്തില്ല. ഏത്തപ്പഴത്തിന്റെ മധുരമില്ല. സംഭവം കൊള്ളായിരുന്നു. പഞ്ചസാര ചേർന്നിട്ടില്ല, നട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാ അവിടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദോശ ഉണ്ടായിരുന്നു, ഹോട്ടൽ ഇത് ഗ്യാസ് ഇല്ലായിരുന്നോണ്ടില്ലായിരുന്നു. ചായത്തോണിയാ ഇത് ഏച്ചാറിനുണ്ടായിരുന്ന ഷോപ്പാണ്. ആപ്പിൾ ലേഡീസ് ബോട്ടിക്. അതിപ്പോ ഇവിടെ ഇങ്ങോട്ട് മാറ്റിയതാണ്. ഇപ്പൊ കാണുന്നില്ല. അവിടെ ഇപ്പൊ വേറെന്തോ ഒരു ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പൊ ആര്യസ് അവിടെ ഫുഡ് കോർട്ട് ഇപ്പൊ 3 പിന്നെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഒരു വെജിറ്റേറിയൻ, ഒരു ഇത് എന്താ അവൽ മിൽക്ക് ഇതൊക്കെ കിട്ടുന്ന ബർഗർ കിങ് ഉണ്ടെങ്കിലും വലുതായിട്ടൊന്നും തുറക്കാറില്ല. ഇപ്പൊ സ്ഥിരം പിന്നെ അരിപ്പത്തിരി ചപ്പാത്തിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ കറികൾ നോൺ വെജേ ഉള്ളൂ, വെജില്ല. ഇപ്പൊ വെജിറ്റേറിയൻ ഇപ്പുറത്തുള്ളതുകൊണ്ടായിരിക്കും ഓപ്ഷൻസ് കൂടിയെന്ന് പറഞ്ഞാൽ. പണ്ട് അകടൊന്നും ഇല്ലായിരുന്നല്ലോ അവിടെ. ഈ ചിത്രാഞ്ജലി പോകുന്ന വഴിയില്ലേ ഇത്? പഴയ ചിത്രാഞ്ജലി എന്ന് എന്റെ പേര് മാറി. ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയ നാടൻ തട്ടുകടയുണ്ട്. ബോണ്ട ചായ, നിരത്തി വെക്കും അല്ലേ? ബോണ്ട ചായ, ഉള്ളിവട, പരിപ്പുവട, ഈ നിരപ്പലൊക്കെയുള്ള ഈ പഴയ കടകള്. ദൃശ്യം ചെറുത്. എത്ര മണിക്കാ ബുക്ക് ചെയ്തേക്കുന്നത്? ഉച്ചയ്ക്ക് 2 മണിക്ക്. 2 മണിക്കല്ലയോ? 2:30 നോക്കണേ, സമയം നോക്കണേ. അത് നോക്കുമ്പോ വാട്സപ്പ് വണ്ടിച്ചക്രമൊക്കെ ഉണ്ടോന്ന് ഇവിടെ ഇല്ലായിരുന്നു. എന്തോ പന്തലൊക്കെ എന്ത് കിട്ടുന്നു. വീടിന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും. അതിവിടെ ഒരു വേലിക്കെട്ടും പഴയ വണ്ടിച്ചക്രമൊക്കെ ഉള്ള ഒരു വീടുണ്ടായിരുന്നു. കടയാണോ? വീടാണ്. ഇതൊന്നും ഇതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ആ വേലിയൊക്കെ മാഞ്ഞു. മറ്റേ സാധാ പോലത്തെ വേലിയായിരുന്നു. 2:30 അല്ലേ? 25 കോടി രൂപ പ്രീ ബുക്കിംഗ് ആണെന്ന് പറയുന്ന കേട്ട്. ആയിരിക്കുമല്ലോ, കാരണം 2 സിനിമയുടെ ശേഷം വന്ന 3-ാം സിനിമയില്ലേ. പക്ഷെ ഇതിപ്പോ വലിയ സസ്പെൻസ് ഉണ്ടോ എന്തോന്നും അറിയില്ല. വരുൺ പ്രഭാകർ ഉണ്ടെന്ന് പറയുന്ന കേട്ട്. കാസ്റ്റിൽ അയാളുടെ പേരുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇതിന് പ്രേതമായിട്ട് വരുവാണോ ഇപ്പം? അതല്ല, ചിലപ്പോൾ ഇവർക്ക് തോന്നലായിട്ട് അയാളോടെ നിക്കുന്നു, തോന്നലായിട്ട്. ഇതില്ലേ ചായക്കട, പഴയ നാടൻ ചായക്കട വേറെ അടുപ്പിലൊക്കെ ഇത് ചിലപ്പം കഥ ചിലപ്പം മാറി വരാൻ സാധ്യതയുണ്ട്. ഇവര് മറ്റേ മീനയും ഇവരും കൂടെ മറ്റേ ആ പെണ്ണൂടെ അടിച്ചിട്ടുണ്ടല്ലോ. അടിച്ചപ്പം അടി കൊണ്ട് ബോധം കെട്ടതേ ഉള്ളൂ. അവര് കുഴിച്ചിട്ട് അവര് പോയി കഴിയുമ്പോ ഇവർ എണീറ്റ് പോകുന്നു. മോഹൻലാൽ വന്ന് കുഴി മാറി കുഴിക്കുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മോഹൻലാൽ കുഴി തുറന്നതോ ഈ ശേഷം ഇത് കുഴിച്ചിടുന്നതോ നമ്മളെ കാണിച്ചിട്ടില്ല. ഇല്ല, ഇയാൾ ഇതിന് കുഴിച്ചിടുന്നത് നമ്മളായിട്ടൊരു കഥ ഉണ്ടാക്കണ്ട. അല്ല, ഞാൻ പറഞ്ഞേ അങ്ങനെ ആവാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ അയാള് കഴിഞ്ഞ സിനിമയിൽ
ആ അതെ അതെ അത് പശുവിന് ഇത് പന്നി അതെ പറഞ്ഞ പരമ്പ്രഭാകർ പയ്യൻ മരിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. ഇല്ല ഇല്ല പറയുന്നുമില്ല. അല്ല അവനെ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. പിന്നീട് കാണുവാനില്ല, മരിച്ചെന്നോ പറയുന്നില്ല. അപ്പൊ നോക്കാം നാളെ. ഇനി നമ്മൾ പുതിയ ഇതൊന്നും അല്ലാത്തൊരു കഥയാണെങ്കിലും ഇവിടേക്ക് ഇഷ്ടം പോലെ കൊട്ടയുണ്ട് കേട്ടോ. നമ്മള് ചോറ് ആക്കുന്ന കൊട്ടയില്ലേ, ചട്ടി ചട്ടി വന്നിട്ടുള്ള കൊട്ടയുണ്ട് ഇവിടെ. മിക്ക കടകളുണ്ട്. വില അന്വേഷിക്കണം. പഴയ കടകളൊക്കെ ഇഷ്ടം പോലെ. അത് പടിഞ്ഞാട്ട് വരണം. ഏതാ? അല്ല ഇപ്പൊ ഈ പോകുന്ന വഴിക്ക് അത് നടത്തുന്ന കട ഇപ്പോഴും അവര് പുതുക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് ആ ഒരു പഴമ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പുതിയതായിട്ട് തുടങ്ങുന്ന കടയാണെങ്കിൽ വ്യത്യാസം വരും. ഏതാ? കടകളുടെ കാര്യം പറഞ്ഞ പഴയ നിരപ്പലകയും ഓടിട്ട കടകളെ ഇപ്പോഴും നിലനിൽക്കുന്നോണ്ടാണ് അത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്നത്. പണ്ടേ നമുക്ക് പറഞ്ഞു കൊടുക്കാനും കൊണ്ട കാണിക്കാനല്ലേ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ കണ്ടത്. അതെ, എങ്ങനെ കാണും? ഒരു 10 വർഷം മുമ്പ് പിന്നെയും കുറെ കടകളുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും കുറഞ്ഞു. ആധുനികമായിട്ട് എല്ലാരും മാറിക്കാണും. ആണ് മുക്കാലും പേര് പകുതി പേര് ഇവിടുത്തെ ഒരു പാലം വന്നതിന് ശേഷമാണ് വീണ്ടും പിന്നെയെങ്കിലും ഇവിടെ. അത് സുനാമിക്ക് ശേഷമല്ലേ പാലം വന്ന? അതെ അതെ, അതിന് മുമ്പില്ലായിരുന്നു. അതെ അതെ ശരിയാ. കടുത്തായിരുന്നു. സുനാമിക്ക് ശേഷമാണ് മറ്റേ പാലം വന്നത്. പാലം, ആയിരം തെങ്ങ് പാലം. അതിന്റെ പേര് ആയിരം തെങ്ങ് പാലം എന്ന്. കഴിഞ്ഞ ദിവസം പോയപ്പോഴാ മനസ്സിലായത്. ആയിരം തെങ്ങ് പാലം. ആ വണ്ടി ഓടിച്ചോണ്ടൊക്കെ പോയി. അങ്ങ് കയറി എനിക്ക് ബീച്ച് വഴി ഇറങ്ങി. ഏതാ? കഴിഞ്ഞ ദിവസം ഓടിച്ചോണ്ട് പോയി. ഒരു മനുഷ്യനും ഇല്ല. ടാറ്റയുടെ നെക്സോൺ അല്ലേ പോന്നെ? ഇഷ്ടം പോലെ സെയിലാവുന്ന വണ്ടിയാന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ക്രാഷില് ഏറ്റവും സേഫ്റ്റി ഉള്ള വണ്ടിയാണ്. അതുകൊണ്ട് മാത്രമല്ല ചെറിയൊരു ഫാമിലിക്കും ഒരു വിധം നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. സീറ്റൊക്കെ കംഫർട്ട് എടുത്തോണ്ട് ചെറുപ്പം വണ്ടി, സൈസ് കുറവാണ്. ഇത് കോമ്പാക്ട് പണിക്കരുടെ പാലം ഇതല്ലയോ? പണിക്കരുടെ പാലം ഈ പാലത്തിന്റെ കാര്യമാണോ പറഞ്ഞു? ഏതാ? ഇത് പണ്ടേ ഉള്ള പാലമാണ്. അല്ല, ഇത് സുനാമിക്ക് ശേഷം. അല്ലല്ല, അതിന് മുമ്പേ ഉള്ള പാലമാണ്. ഇതുവഴിയാ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകള്. ഇതാണ് നമുക്ക് കടലിലേക്ക്. കണ്ടോ? കടല് കണ്ടോ? കണ്ടോ? നേരെ ഇറങ്ങി വരുന്ന കടലിലോട്ടാ. മുക്കുമ്പുഴ ദേവീക്ഷേത്രം. കടലിൽ ബീച്ചിലൂടെ അടുത്ത് വന്നു. വേലിയേറ്റമായിരിക്കും, വേലിയേറ്റം. കഴിഞ്ഞ ദിവസം നമ്മള് വന്നായിരുന്നു. അങ്ങോട്ട് മാറിയാണ് കടലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടം വരെ വന്നിട്ട് അങ്ങോട്ട് തിരിച്ചു പോയേ. ഇവിടം വരെ വന്നായിരുന്നു. ഇവിടം വരെ വന്നു പറഞ്ഞേ. ഏതാടാ? പള്ളി പുലിയാവും. അവിടെ വന്നിട്ട് വണ്ടി തിരിച്ച് കൊണ്ടുപോയിലോട് പോയി. ആണോ? ആയിരം തെങ്ങ് പാലത്തിന്റെ അവിടെ ഇങ്ങനെ തിരിച്ചു. ആണോ? അത് ശരി. അന്ന് ഇത്ര കടൽ ഇത്രയും കയറി കിടപ്പില്ല. ഈ വേലിയേറ്റം വേലിയിറക്കം ഉണ്ടല്ലോ, അതിന്റെ ആയിരിക്കും. വേലി ഇറക്കുന്ന സമയത്തായിരിക്കും ഞങ്ങൾ വന്നത്. അതെ അതെ അതെ, ഉച്ച സമയം ആയിരിക്കും. ഇവിടെ അത്ര ഇല്ല, ഇച്ചിരി ദൂരം മാറിയ കടല്. കണ്ടോ? അവിടെ അടുത്ത്, അവിടെ അത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. തീരദേശ ഹൈവേ വരുവാണെങ്കിൽ ഇതെല്ലാം ഏറ്റെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീരദേശ ഹൈവേ തീരദേശ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസത്തിന് ഏറ്റവും നല്ലതാണ്. ടൂറിസം ഇത് അല്ല, ഈ റോഡ് നവീകരിച്ച തീരദേശ ഹൈവേ ആണ്. പക്ഷെ സ്ഥലം ഏറ്റെടുക്കണം. കണ്ടില്ലേ, ചുറ്റും മൊത്തം വീടാണ്. എല്ലാം ഏറ്റെടുക്കണം. തീരദേശ ഹൈവേ ആയിട്ട് ഇത് ഏറ്റെടുക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ഈ കണ്ട സ്ഥലങ്ങളെല്ലാം ഏറ്റെടുക്കണം. എടുത്താൽ ഒരു ലോകത്തിലെ നമ്പർ 1 റോഡായിരിക്കും ഇത്. 28 ഓണത്തിന് ഈ വഴിയാന്ന് തോന്നുന്നു വണ്ടികൾ വിടുന്നത് അല്ലേ? അതെ അതെ, പാലം വഴി ഇങ്ങനെ വിടും. കാരനാപ്പള്ളി ലാലാജി ജംഗ്ഷൻ വരെ ഈ റോഡാന്ന് യാത്രക്ക് ഉപയോഗിക്കുന്ന ആൾക്കാര്. അവിടെ ബ്ലോക്ക് ആയിരിക്കുമല്ലോ. ഓച്ചിറ പോകേണ്ടവര് മാത്രമേ അതുവഴി പോകുള്ളൂ. ബാക്കിയൊക്കെ ഈ വഴിയാണ് തോന്നുന്നു. ഇതുവരെ ഇതിപ്പോ നേരെ പോയ ആറാട്ടുപുഴ നിന്ന് കായംകുളം പുല്ല് എന്തോ സ്ഥലപ്പേര്
കായംകുളത്തിന് പടിഞ്ഞാറുള്ള സ്ഥലം പേര് പുല്ലുകുളങ്ങര എന്ന് കയറും അല്ലേ? ഒരിക്കൽ നമ്മൾ ആ വഴി പോയിട്ടുണ്ട്. ഇവിടെ ഈ വഴി നേരെ പോയി ആറാട്ടുപുഴ പുല്ലുകുളങ്ങര പോയി കയറിയിട്ടുണ്ട്. ഉണ്ടല്ലോ. ആ ഒരു തവണ. അതുകൊണ്ട് ആ റോഡിനെ കുറിച്ച് എനിക്ക് പിടിയില്ല. ഈ പാലം വഴി അപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ ഒരു ഇവിടെ ഉള്ള പോലെ ഒരു കടൽപ്പാലം അവിടെ ഉണ്ടല്ലോ, അത് കയറിയിട്ട് അതുവഴി പോയി പുല്ലുകുളങ്ങര ചെന്ന് കായംകുളം വഴി കറങ്ങി വന്നത്. ഉണ്ടോ അരുൺ ഐസ്ക്രീം? പഴയ ഐസ്ക്രീം. അയ്യോ എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയോ? ബോഡി ഞാൻ കണ്ടിപ്പോ അരുൺ ഐസ്ക്രീംസ് ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ ആ മിൽമയില് ഇവിടെ മിൽമ ഉണ്ടല്ലോ ഹൈവേയില് അരുൺ ഐസ്ക്രീം എന്റെ അല്ലേ അമ്മേ? അമൃതപുരി ഇപ്പൊ നമ്മള് ആ പാലമല്ലേ നമ്മള് ഓച്ചിറന്ന് കയറി വരുമ്പോള്ള പാലമല്ലേ ഇതിന് ശേഷം വന്നത്? ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറിയ ഇഴിക്കലല്ലേ? ആ ഇവിടെ ഉണ്ട് VHS ഉണ്ട്, പക്ഷെ ഇതില്ല. ട്രാവൽ ആൻഡ് ടൂറിസം ഇല്ലായിരുന്നു. VHS ഉണ്ടെന്ന് എനിക്കറിയാം. ട്രാവൽ ആൻഡ് വൈകുന്നേരം 5 മണിയായി തോന്നില്ലയോ? 5 മണിയായിട്ട് നല്ല വെയിലുണ്ട്. ചൂടുണ്ട് വെയിലിന്. അതായത് 5 മണി സമയത്ത് ഒരു ചൂടല്ല. നല്ല മഴ പെയ്യേണ്ടതാണ്. ശരിയാണ്. ഇന്നലെ ഈ സമയത്ത് മഴ പെയ്തായിരുന്നു. ചെറുതായിട്ട് ബാഗ് താഴെ പോയി ചേട്ടൻ്റെ. പണ്ട് ഇവിടെ ഇത്രയും കടകളുണ്ടായിരുന്നു, ഇഷ്ടംപോലെ കടല് കാണാൻ. മണ്ഡപം പോലെ കിട്ടിയിട്ടുണ്ട്. മത്സ്യലേല കേന്ദ്രം ഏതാ? അവിടെ ഒരു മണ്ഡപം പോലെ ഒരു ഷെഡ് പോലെ. പക്ഷേ വാർത്ത കിട്ടിരിക്കും മദ്യലേല കേന്ദ്രമാണ്. ഇവിടെ തന്നെ ഈ പിടിക്കുന്ന മത്സ്യം ഇവിടെ തന്നെ ലേലം ചെയ്യുന്ന സ്ഥലമായിരിക്കും. അതെ, മത്സ്യബന്ധനം വള്ളം. ഇതതിന് ഓഷൻ അല്ല മോനെ, കായലല്ലേ ഇതോ? ഇത് കായലോ? സോറി, ഇപ്പുറത്ത് കായലുണ്ട്. കായങ്ങളും കായല്. ഇത് കായല് അല്ല, ഇത് കടല്. അപ്പുറത്ത് കായല്. കായലും കടലും ഉള്ള ഒരേ ഒരു സ്ഥലമാണ് ജമിനി പറയുന്നത്. ഏതാ ഇത്? ഞാൻ പറഞ്ഞില്ല, ജമിനി പറഞ്ഞ IK ബീച്ചിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. കിടക്കുന്ന ഇവിടെ കായലിലാണ് കിടക്കുന്നത്. കടലിലേക്ക് പോകാനായിട്ട് കിടക്കുന്നതാണോ അത്? ഇപ്പുറത്ത് കായലിൽ കിടക്കുന്നതാണല്ലോ. നമ്മള് പാലം കയറി വരുമ്പോ കടലും കൂടെ ഒരുമിച്ച് കാണാൻ പറ്റത്തില്ലേ? സത്യമല്ലേ? അതെ, ഞാൻ പറഞ്ഞത് അവിടെ കിടക്കുന്ന വള്ളങ്ങളെ, അവിടെ കുറെ ബോട്ടുകൾ കിടക്കുന്നില്ലേ, മത്സ്യബന്ധനം. ഈ ഓലയൊക്കെ മറച്ചിട്ടിരിക്കുന്ന ഒരു വരമ്പ് പോലെ. അവിടെ ഇത് വരമ്പ് പോലെ വെട്ടിയിട്ടിരിക്കുന്ന വെള്ളം കയറാതിരിക്കും. പണ്ടൊക്കെ ചെറിയ വരമ്പ് പോലത്തെ റോഡായിരുന്നു. വീതി കൂട്ടിയതായിരിക്കും. ഇത്രയും വീതി ഉണ്ടായത് തന്നെ. പണ്ട് ഇത്രയും വീതിയൊന്നുമില്ല, വലിയ കുത്ത് പൊളിഞ്ഞ റോഡാ. നല്ല ക്ലാരിറ്റിയിൽ നല്ല റോഡാക്കിയിട്ടേക്കുന്നുണ്ടോ? ഇതുവഴി അധികം വണ്ടിയില്ലല്ലോ. പിന്നെ ഈ മൂക്കുമ്പോഴേക്ക് വണ്ടി വന്നാൻ തോന്നുന്നു ഇവിടെ കൂടുതലും വികസനം വന്നല്ലേ. അതെ അതെ, ഈ സുനാമി വന്നപ്പോൾ സുനാമി ഫണ്ട് ഇവിടെ വന്നു കുറെ വന്നായിരുന്നു. അങ്ങനെ മൂക്കുമ്പോഴം വന്നുകൊണ്ട് മാത്രമൊന്നും പറയാൻ പറ്റില്ല. സുനാമി ഫണ്ട് വന്ന്, 2 പാലം വന്നു. ഇവിടെ വരുമ്പോ റോഡ് തീർന്ന പോലെ ഇങ്ങനെ കടലിലോട്ടായി ഇറങ്ങി വരുന്നുണ്ടോ?
അതെ, ആള് പെട്ടെന്ന് അവിടെ നോക്കുമ്പോഴേ വെട്ടുപോയി ശരിക്കും. നെഞ്ചിടിപ്പല്ലേ, നെഞ്ചിടിക്കും ദൈവമേ. എത്ര ആവശ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നു പിന്നല്ലേ ആദ്യമായിട്ട് വരുന്നു. പക്ഷെ ശരിയാ, ദൂരെ നോക്കി ഇങ്ങനെ ഓടിക്കണ്ട. നമ്മളെത്ര വർഷമായിട്ട് ഇവിടെ വരുന്നത്, നമ്മളെ തന്നെ നെഞ്ചിടിക്കത്തില്ലേ പെട്ടെന്ന് ഇല്ലേ? കല്ലിന്റെ മേളിലോട്ടൊക്കെ കയറി കിടക്കും. നടക്കട്ടെ. എന്റെ ഇടയ്ക്കോട്ട് കാലുവേണം, നല്ല രസമായി. ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആലപ്പാട് ആലപ്പാട് സുബ്രഹ്മണ്യ അമ്പലം ഇതാ. അതും പറഞ്ഞില്ലേ, അതിനടുത്തായിട്ട് 2 അമ്പലങ്ങൾ. കൃത്യമായിട്ട് പറഞ്ഞില്ല. ആദ്യമായിട്ട് വരുന്നവർക്ക് ഒന്നും തെറ്റത്തില്ല. ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ ഒരുപാട് അരളി ചെടിയുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളില് നിറയെ പൂത്തും നിൽക്കും. അത് കാറ്റിന്റെയോ എന്തോ വ്യത്യാസമാണ്. പക്ഷെ ഇപ്പൊ ബൊഗൺവില്ലയോ മൊത്തം പൂത്തിരിക്കുന്നത് സീസൺ ആയിരിക്കും. വണ്ടിയുടെ കറണ്ട് പോലും കാണത്തില്ല. മഴ പെയ്തു പോയാ പോയി. ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫീസൊന്നും ഇല്ല, കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ. ഇവിടെ ഇതൊക്കെ ഒരു അങ്ങ് സിറ്റി ടൗൺ പോലായി. പണ്ട് ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക രസമായിരുന്നു. ഈ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴേ നാടൻ കടകളും ചെറിയ വീടുകളും കൊച്ചു കൊച്ചു വീടുകളും. പക്ഷേ ടൂറിസത്തിന് നല്ല സാധ്യതയായിരുന്നു. പക്ഷെ എന്തോ ടൂറിസം ഏറ്റവും സത്യത്തിൽ ഏറ്റവും നല്ലൊരു ടൂറിസം സാധ്യതയുള്ളൊരു ഏരിയ ആയത്. കയറിട്ട് ഇത് ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്, മണ്ണിട്ടിട്ട് വെള്ളം കയറി വരാതിരിക്കാനാണ്. ഇവിടെ ബണ്ട് പോലെ ഇങ്ങനെ കെട്ടിയേക്കുന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ചേ ഞാൻ ആദ്യം കരുതിയേ വരമ്പ് പോലെ കൂട്ടിട്ട് ചീനിക്കമ്പ് ഇട്ടിരിക്കുവന്ന്. ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് എനിക്ക് ചീനിക്കമ്പ് ചനച്ചാക്കല്ല, കയറിന്റെ മണ്ണ് ഇതാക്കിട്ട് കയറിട്ടിരിക്കുവോ. കയർ ഭൂവസ്ത്രം ഒന്നും അറിയത്തില്ലേ, അതിട്ട് ഇങ്ങനെ കമ്പടിച്ച് വെച്ചിരിക്കുവോ. അത് പെട്ടെന്ന് കണ്ടത് ചീനിക്കമ്പ് ഇട്ടേക്കുന്നാന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് ഇത്ര അടുത്തുകൊണ്ട് ചീനിക്കമ്പ് ഇട്ട ഈ വെള്ളം കയറി ഇതാവൂലേ ഇത്. കണ്ടോ, വെയിലടിക്കുന്നോണ്ടാ വ്യക്തമായിട്ട് മനസ്സിലാവത്ത. ഈ ഭാഗത്ത് കാണുന്ന വരമ്പ് അപ്പുറത്ത് കല്ലിന്റെ ഇതുണ്ട്, അതിന്റെ ഇപ്പുറത്താണ് ഇത്. വെള്ളം ഇനിയിപ്പോ അങ്ങോട്ട് മഴ വരുമ്പോ വെള്ളം കയറുമല്ലോ, അതിനെ ചേർക്കാനായിരിക്കും. ഇവിടെ ഉള്ളവർക്ക് ഈ കടല് കയറുന്ന അത്ര കുത്തരിയൊന്നുമല്ലോ തോന്നുന്നു അല്ലേ. പറയ കടൽ അമൃതാനന്ദമയുടെ ഇവിടത്തേക്ക് പപ്പായക്ക് നല്ല വിളവുണ്ട് കേട്ടോ. ഉപ്പിന്റെ അംശമുള്ളതുകൊണ്ടേ മണ്ണില്ലാത്ത ബാക്ടീരിയാസ് കാണത്തില്ല. പിന്നെ നല്ല വളവും ഇടും. മീൻ ഇപ്പൊ ഈ കേടായ മീനൊക്കെ ഇല്ലേ, അതെല്ലാം വാരി ഇവര് ഇതിനകത്തിടും. മാതാമൃതാനന്ദമയി മഠം അതിന്റെ മെയിൻ ഗേറ്റ് ആണെന്ന് തോന്നുന്നത്. 3-4 ഗേറ്റ് ഉണ്ട് ഇവിടെ. ഇത് വേറൊരു ഗേറ്റാ, വെസ്റ്റ് ഗേറ്റ്. അത് പലയിടങ്ങളിൽ നിന്ന് പലരും വരും ഇവിടെ, ഡിവോട്ടീസ് ആയിട്ടുള്ളവരും. ഇവിടെ എന്തോ
പണ്ട് ഇവിടെ വരുമ്പോഴേ കടല് ഈ ഇത് കാണത്തില്ലല്ലോ, മറ്റേ ആ എന്താ പറയുന്ന ആ പാറക്കല്ല്, കല്ലില്ലാത്തോണ്ട് ഇതിങ്ങനെ വെള്ളം താഴെ വന്ന് അടിച്ചിട്ട് ഇവിടെ എപ്പോഴും ഒരു ഈ വയനാട് പോലൊക്കെ ഒരു മൂടൽമഞ്ഞ് പോലെ ഇങ്ങനെ എപ്പോഴും ഒരു മങ്ങിയ കാലാവസ്ഥയൊക്കെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, പണ്ടത്തെ ഒരു ഇപ്പം ഇല്ല. അതുകൂടാതെ ഈ ലെഫ്റ്റ് സൈഡിലൊന്നും വീടില്ലായിരുന്നു പണ്ട്. പിന്നെ ഈ വീട് ഇത്രയും വന്നത്, ലെഫ്റ്റ് സൈഡ് വീട് വെക്കാൻ വേണ്ട അനുമതിയില്ലായിരുന്നു. എൻ്റെ കാര്യം കടല് താണ്ടിങ്ങനെ ചേർന്ന് കിടക്കുമല്ലയോ. വീടെടുത്ത ആളുകളുടെ കടലിലോട്ട് ചാടിയാൽ മതി. അല്ലേ കടലിൽ കുളിക്കണമെങ്കിൽ വേണം കടലിലങ്ങ് കുളിക്കാമല്ലേ അല്ലേ അമ്മേ? അതെ, ഇവിടെ ഇങ്ങനെ കയറിട്ട് വെച്ചിരിക്കുവോ? വെള്ളം ചാടി ഇങ്ങോട്ട് അവിടെ ആ വെള്ളത്തിന്റെ സ്പ്രേ ചെയ്ത പോലത്തെ ഒരു ഇത് കണ്ടോ? അതല്ലേ ഉദ്ദേശിച്ചത്, വെള്ളം സ്പ്രേ ചെയ്ത പോലെ ഒരു. അതെ അതെ അതെ, കടലോട് അടുത്ത് വന്നുകൊണ്ട് അവിടെ വളരെ അടുത്ത്, കടലോട് തൊട്ടടുത്ത്. ഇത് ആലപ്പാട് പ്രദേശമല്ലേ? കടല് തൊട്ടടുത്ത്. സത്യത്തിൽ ഈ കടലിലോട്ട് ആ സൂര്യന്റെ ആ പ്രഭ അടിക്കുമ്പോ ഒരു പ്രത്യേക രസമല്ലയോ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും അതൊരു സായാഹ്നം തന്നെയാണ്. ഈ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഇതായിട്ട് ഈ കടൽക്കരയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുമെന്ന് എന്ത് തരം വിഷമാണേലും മാറും. അറബിപ്പൊന്നെ അറേബ്യൻ ഗോൾഡ്, കറുത്ത പൊന്ന്. അത് ഈ കാറ്റിന്റെ ഒരു എന്താ സമുദ്ര ഇത് തിര അടിക്കുന്ന ശബ്ദം, ആ ഒരു അന്തരീക്ഷം, ഇതൊക്കെ ഒരു മാനസികമായിട്ട് ഉല്ലാസം നൽകുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് തിരയടിച്ച് കയറുന്നുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. പക്ഷെ അപ്പുറത്ത് അത്ര ഒന്നും കണ്ടില്ല. അവിടെ ഇച്ചിരി ശാന്തമായിട്ട് കിടക്കും. ഇവിടെ നല്ലപോലെ തിരയടിച്ച് കയറുന്നു. അങ്ങോട്ട് നോക്കുമ്പോ എന്തോ ഒരു പുകമഞ്ഞ് പോലെ തോന്നുന്നു. നേരത്തെ പറഞ്ഞില്ലയോ, അത് തന്നെ അത് തന്നെ കണ്ടോ. ശരിയാ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത്രയില്ല. ഉണ്ടോ ഇവിടെ ഈ ഇത് ഈ എന്തുവാ ഈ പാറയിലോട്ട് വന്നിട്ട് ഇത് അടിച്ച് വെള്ളം അടിച്ചിട്ട് സ്പ്രേ ആയിട്ട് കാറ്റിന്റെ കൂടെ പോകുന്നേ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തണുത്ത കാറ്റടിക്കുമല്ലോ. അതെ, ഉണ്ടോ നല്ല രീതിയിൽ അത് അടിക്കും. ഇപ്പൊ കാറ്റ് കുറവാന്ന് പറഞ്ഞാൽ മതി, അതല്ല നല്ല കാറ്റും. അത് നട്ടുവെച്ച സമയത്ത് ഇവിടെ നിന്നാലും നമുക്ക് ചൂടെടുക്കില്ലെന്നാ പറയുന്നത്. അത് നല്ല കാറ്റാ. ഇങ്ങനെ കൊതുകില്ലാത്തൊരു സ്ഥലമല്ലേ ഇത്. അതെ അതെ, അത് ശരിയാ. കൊതുകിന്റെ ശല്യം ഇല്ല. സാധാരണ നമ്മൾ സന്ധ്യ നേരത്തൊക്കെ വന്ന് നിന്നാൽ നമുക്ക് വല്ലാതെ കൊതുക് കടിക്കും മറ്റു സ്ഥലങ്ങളിൽ നിന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ശല്യം ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. ആകാശ കടലിന്റെ നീല നിറം, ആ വെളിച്ചം, സൂര്യ വെളിച്ചം അടിക്കുന്ന ഇത്, ആ മേഘങ്ങളും കൂടെ ആകുമ്പോഴേ പ്രത്യേക ഒരു ഇതാ. ഇവിടെ നല്ല പച്ചപ്പും ഈ പുല്ല്. പണ്ടിവിടെ കാടുണ്ടായിരുന്നു, കാട്. പിന്നെ ഇപ്പോഴും ഉണ്ടല്ലോ, അഴിക്കൽ ബീച്ചിൽ അവിടെ ഇപ്പോഴും ഉണ്ടല്ലോ കാട്ടുപ്രദേശം. കണ്ടൽക്കാടാണോ? ഉണ്ടല്ലേ. പിന്നെ ഇപ്പുറത്ത് മാറിയുള്ളതോ? കണ്ടൽ വനം എന്നും പറഞ്ഞ അവിടെ ഒരു ബോർഡ് കണ്ടായിരുന്നു. ഇവിടെ കാട്, വനം, കായല്, കടല് എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നൊരു സ്ഥലമാണ്. ഇതിൽ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നതിന്റെ പ്രധാന കാരണം എത്ര പേരാ വൈകുന്നേരങ്ങളിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇവിടെ വരുന്നത് അറിയോ? അതാണ് ഞാൻ പറഞ്ഞ, ടൂറിസത്തെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാമെങ്കിൽ ഇതിൽ പരം വേറൊരു സംഭവമില്ല. ഇല്ല, അമ്മാവന്മാരൊക്കെ തലയുകൊണ്ട് വീഡിയോക്കൊക്കെ പറ്റിയ സംഭവമാണ്. തലയിലൊക്കെ തൊപ്പിയും കുണുക്കൊക്കെ വെച്ചിട്ടാ കളിക്കുന്നേ. ഇതുണ്ടല്ലോ വെള്ളൊക്കെ ഉണ്ടല്ലോ, ഓരോരോ ടീമുകളെ മാറിയിരുന്ന് ചീട്ട് കളിക്കും.
എന്നിട്ട് തോക്കുന്നവരാ. തലേ തൊപ്പിയൊക്കെ വെക്കും. ഓല കൊണ്ട് തൊപ്പി. ഇതില്ലയോ മറ്റേ വെള്ളക്ക കമ്മല്, പ്ലാവിന്റെ തൊപ്പി. തോറ്റ് തൊപ്പിട്ടു എന്ന് പറയുന്നത്. അതാ തോറ്റ് തൊപ്പി ഇടുക എന്ന് പറയുന്നത്. ലാസ്റ്റ് തൊപ്പിട്ട് ലാസ്റ്റ് ചെവിയിൽ ഓരോ കുണുക്കിടും, ഓരോ കുണുക്കിടും. ലാസ്റ്റ് രസവാ, കണ്ണൊക്കെ എഴുതും. മുദ്ര വെക്കും. ഭയങ്കര രസമാണ്. ഇപ്പൊ അത്രയും വലിയ കളിയില്ല, പണ്ടായിരുന്നു രസം. ഇതെല്ലാട്ടാ വരുന്നത്, കുണക്ക്, തൊപ്പി, പോലീസിന്റെ കൂട്ടത്തിൽ തൊപ്പി ഒക്കെ വെച്ചിട്ടായിരുന്നു. എന്നിട്ട് പിടിച്ചിരുത്തിയിട്ട് ഓരോ കളി നോക്കുമ്പോ ഓരോ കുണക്ക് കുണുക്കിടും. പിന്നെ കണ്ണാടി വെച്ചു കൊടുക്കും, പിന്നെ തൊപ്പി വെച്ചു കൊടുക്കും. കണ്ണാടി തൊപ്പി ഇതെല്ലാം കൂടെ ഒരാളിരിപ്പുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ തൊട്ടിട്ടിരിക്കാത്ത അർത്ഥം അല്ലേ? ഏറ്റവും വലിയ മണ്ടൻ ഏറ്റവും കൊണ്ട് തൊപ്പി കണ്ണാടിയും. പഴയ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് ഇതൊന്നും കാണാനുള്ള യോഗമില്ലെന്നുള്ളതാണ്. പുതിയ തലമുറ. പുതിയത് പഴയതല്ല, പുതിയ. ഇതൊക്കെ കൊണ്ട് നീ 2K ഇല്ലയോ? അവന് പഴയ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 90-കളിലെ ചീട്ട് കളിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. വേറൊരു സാധനം കാർഡ് പോലെ. അതാടാ ചീട്ട്. ആ ചീട്ട് പള്ളി സെന്റ് സെബാസ്റ്റ്യൻ പള്ളി. സെന്റ് സെബാസ്റ്റ്യൻ പള്ളി ഇവിടെ കണ്ടില്ലേ? മറ്റേ ആ കാക്കത്തുരുത്തോ? അല്ലല്ലോ, കാക്കത്തുരുത്ത് എടുത്തോണ്ടിരുന്നേ അവിടെ ഇല്ലേ മറ്റേ സ്മൃതി മണ്ഡപം. സ്മൃതി മണ്ഡപം 108 പേരുടെ അല്ലയോ? സുനാമി ദുരന്തത്തിൽ 136. ആറ്റുകൊഞ്ച്, ഞണ്ട്, കരിമീൻ, കരിഞ്ചി. കരിഞ്ചി എന്തുവാടാ? ഇവിടെ അല്ല കേട്ടിരുന്ന, ഞാൻ വെച്ചത് കറുത്ത ഇഞ്ചിയാണ്. ഇവിടെ ആയതുകൊണ്ട് ഏതോ മീനിന്റെ പേരാന്ന് ഒരു ഊഹമുണ്ട്. വേറെ എവിടെയെല്ലാം കറുത്ത ഇഞ്ചിയാന്ന് പറഞ്ഞായിരിക്കും. പിള്ളേര് കളിക്കാൻ വേണ്ടിട്ട് ഫുള്ള് വലയിട്ട് വെച്ചിരിക്കുവാ. ബോൾ അടിക്കും, സിക്സ് അടിക്കുമ്പോ പറന്നു പോയിരിക്കാനോ. ഈ കൊക്കി അടിച്ചാ പിന്നെയും പോകത്തില്ല. അതിപ്പോ എങ്ങനെ അടിച്ചാലും റോഡിലോട്ട് വീഴൂലല്ലോ. അല്ല, ഇങ്ങനെയുള്ള മൈതാനങ്ങൾ വേണം ഒരു ഇടത്തിന്. കളികളൊക്കെ ഇപ്പഴേ മണ്ണിലാ ഞാൻ മണ്ണിനെ നേരം മണ്ണില്ല ഇല്ലേ അമ്മേ? മണ്ണിലിങ്ങ് കിടക്കും. അതെയോ? മണ്ണില് വൈകുന്നേരം ചൂടുണ്ടല്ലോ, അവിടെ കിടക്കും. നല്ല ചൂടാണ്. അതല്ല, ഇരിക്കാൻ വീട്ടിൽ വരുമ്പോ എങ്ങനെയാ വരുന്നത്? മൊത്തം മണ്ണും ചെളിയും അഴുക്കും തൊണ്ടിട്ട് അവരച്ച് കഴിക്കൊണ്ട് അരമണിക്കൂർ രാവിലെ 6-7 മണിയാകുമ്പോ പോകുന്നേ. പിന്നെ വരുന്ന രാത്രിയാ. അനങ്ങാനും വന്നാ വന്നു. ഇങ്ങനെ നടന്ന ഞാനാ. ഇപ്പൊ അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കുവോ? ഓ ചുമ്മാതാന്ന് പറഞ്ഞു. പണ്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ ബയ്യക്കാരുടെ വീട്ടിൽ പോകും ഫുഡ് അടിക്കാൻ. അത് കൃത്യം അവര് വിളമ്പാനുള്ള സമയം അവര് കൃത്യമായിട്ടറിയാം. എനിക്ക് കൃത്യം അവർക്കൊരു സ്ലോപ്പ് ഉണ്ടല്ലോ, നടന്നു കയറാൻ പേടിയായിട്ട് മുട്ടേ കയറും. മുട്ടാലഴിഞ്ഞ് കയറും. പൗലോസാണോ റോഡിൽ നിൽക്കുന്നത്? പരിപാടിയുണ്ടോ? പക്ഷെ അധികം പേരില്ല. എന്താണ് കാര്യം അറിയില്ല. അത് വണ്ടി ഇവിടെ ഒന്നും കിടക്കുന്നത് അതിന്റെ അടുത്തൊന്നും കൂട്ടുകാരനില്ലേ അവനിപ്പോ പോലീസ് എക്സൈസും ഒക്കെ ആയിട്ടില്ല.
കഞ്ചാവ് പിടിക്കും, അപ്പൊ പോലീസ് പിടിക്കും, അവര് എക്സൈസിന് കൈമാറും. മെയിൻ ഏരിയ എത്തി. എല്ലായിടം വരെ പോയിട്ട് വരാം. പുതിയ കടയാണല്ലോ, പുതിയ കടയാണല്ലോ ഇത്. ഉണ്ടല്ലോ തുറക്കാറില്ലായിരുന്നു. ഇവിടെ തണ്ണീർ പന്തലെന്നും പറഞ്ഞതുണ്ട്, എപ്പോഴും അടഞ്ഞു കിടക്കാണല്ലോ ഇത്. എന്ത് സംഭവം? കൊല്ലം ജില്ലാ പഞ്ചായത്ത് തണ്ണീർ പന്തൽ ഇതുവരെ തുറന്നേ കണ്ടിട്ടില്ല. 17-18 ആ സമയത്ത് പണിയാണ്. നമ്മള് വരാത്തപ്പോ തുറക്കും, വല്ലപ്പോ തുറക്കുന്നുണ്ടാവും. 17-18 ഇപ്പൊ പണിയാണ്, 17-18 പണിയാണ്. വരുമ്പോഴേക്ക് ഒരു ഡിക്കി തുറന്നിരിക്കുന്നുണ്ട്. ആ തുറക്കാതെ എങ്ങനെ അറിയാം? നല്ല വെയിലുണ്ടല്ലയോ? നല്ല വെയിലുണ്ട്. ഒരു സുഖകരമായ വെയില, പൊള്ളുന്ന വെയിലല്ല, പുകച്ചിലെടുക്കത്തില്ല. ശരി, കുഴപ്പമുള്ള വെയിലല്ല. മഴയാണെങ്കിൽ നടക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് ഫിഷ് സ്പാ. ചെയ്യണം ആയിട്ടാണ് എനിക്കൊന്നും ചെയ്യണം. ഇവിടെ ഇപ്പൊ കടയായിട്ട് തുടങ്ങി. ഇങ്ങോട്ട് മാറ്റിയല്ലായിരുന്നു കട? അതെ, ഇപ്പൊ ഇവിടെ തുടങ്ങി. പക്ഷെ വെക്കേഷൻ ആയിട്ടും വലിയ ആളില്ലല്ലോ. ഇച്ചിരി കഴിയണോ ആള് വരെ? കുറെ പേര് കട അവധിയാന്ന് തോന്നുന്നു ഇല്ലയോ? കടേ എന്താ കേട്ടില്ല? കടകൾ അവധിയാന്ന് തോന്നുന്നു. മിക്ക കടകളും അവധിയാ. അതല്ല, കൂടുതൽ ആളുകളേ വൈകുന്നേരങ്ങളിൽ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ, ഇറങ്ങത്തുള്ളൂ. ചൂട് പഴയ പോലെ അല്ല. എല്ലാരും ഇങ്ങനെ മഴയില്ലെങ്കിലേ ഇറങ്ങും. ഒരു 10 മണി വരെയൊക്കെ ഇവിടെ അങ്ങ് ഇരിക്കും. അതെന്തോ എന്താ ഈ ബട്ടർ ഗുൽഗണ്ട്? ഞാൻ ആദ്യമായിട്ട് കേൾക്കും. ഇവിടെ ഇത് വെച്ചല്ലോ. എന്തുവാ? സാറിന് ഇവിടെ അങ്ങനെ സാധനം കണ്ടിട്ടില്ല. നേരത്തെ ഇല്ലായിരുന്നു ഇവിടെ. ഇല്ല, ഇവിടെ ഇട്ടിട്ട് പോകത്തുള്ളൂ. ഇപ്പൊ ക്ലീൻ ആക്കി തോന്നുക. സ്വതവേ ക്ലീൻ ആണ് ഇപ്പൊ. ശരിയാ, നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നിറച്ച് അഴുക്കായിരുന്നു. ഈ പേറ്റുകളും മൊത്തം തറ കിടക്കുമായിരുന്നു. പാനിപ്പൂരി അല്ലേ ഇത്? പാനിപ്പൂരി അല്ലേ? പിന്നെ ബൺമസ്ക എന്ന് വെച്ചേക്കുന്നത് ഉണ്ടോ? രണ്ടും ഉണ്ടോ? ഒരു പാനിപ്പൂരിയാ? ഞാൻ എന്തോ ഇവിടെ ഇരിക്കാം. പോക്കുവയിലും കൊണ്ടാ പൊന്നുപോലെ ആവുന്ന.
പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ചേട്ടാ കഴിയണം. ഐസ്ക്രീം വണ്ടിക്കാരുണ്ട് ഇല്ലയോ? അതുണ്ട്. പണ്ട് 1-2 കണ്ടിട്ടുള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. റെഡ് വെൽവെറ്റോ? റെഡ് വെൽവെറ്റ് കേക്കല്ലേ? ഏതാ റെഡ് വെൽവെറ്റ് എന്ന് പേരുള്ളത് കേക്കല്ലേ? ഇപ്പൊ ഐസ്ക്രീമിനകത്ത് എഴുതി വെച്ചിരുന്നു. അതാണ്ട് അവിടെ ചക്ക, കരിക്ക്, മുന്തിരി, റെഡ് വെൽവെറ്റ്, ഐസ്ക്രീം. എരിവുണ്ടോ? അല്ലാതെ എരിവില്ല. ഇല്ലയോ? നേരത്തെ 30 കൂടിക്കാണല്ലോ. ചന മസാല അല്ല, ഇതിന് ബേൽപൂരി എന്ന് പറയും. പാനിപ്പൂരി ഉണ്ട്. നിങ്ങൾ കഴിച്ചതേ ഉള്ളൂ? കഴിച്ചേ ഉള്ളൂ. കറുത്ത മണ്ണ്. പണ്ടിവിടൊക്കെ എത്ര പേര് കുളിച്ചോണ്ടിരുന്നോ? അത് ഇവിടെ ഇച്ചിരി ഡേഞ്ചറാന്ന് കേട്ടപ്പോ ഒരാള് ചൊലിപ്പൂരിട്ടേ വരട്ടെ, ഇത് നനഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കും. എന്താന്നറിയോ, ഇവിടെ ഇച്ചിരി അപകടമാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് വന്നു തുടങ്ങി പോലെ ആരും കുളിക്കാറുണ്ട്. അത് ഇവിടുത്തെ ഒരു ചേട്ടൻ പറയണ്ടായിരുന്നു, ഈ തിര അങ്ങോട്ട് അടിച്ച് ഒരെണ്ണം ഇറങ്ങി പോരണെങ്കിൽ വരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചുഴി ഉണ്ടാവും അത്ര. അത് നല്ല പരിശീലനം ഉള്ളവർക്ക് മാത്രമേ അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ചേട്ടൻ പറഞ്ഞതാ. ഇച്ചിരൂടെ അങ്ങോട്ട് പോകുമ്പോ ഇത് ഇച്ചിരി കുത്തനെയാന്നാ കേട്ടെ. ഇത് ഇത്രയും വെള്ളം കയറി കിടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനിവിടെ വന്നപ്പോഴേ നടുക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ടാർ റോഡാന്ന ഈ കറുത്ത മണ്ണ് കണ്ടപ്പോ. ദൂരെന്ന് അവിടെ നോക്കിയാലേ നടുക്കൊരു റോഡ് ഇളക്കുന്ന പോലെ എനിക്ക്. അല്ല, ദൂരെ നോക്കുമ്പോഴേ അവിടെ വെള്ളം മണ്ണല്, ഇവിടെ കറുത്ത് കിടക്കുന്ന പോകുമ്പോ ടാർ റോഡാന്ന് പെട്ടെന്ന് വിചാരിക്കും ആദ്യമായിട്ട് വന്നപ്പോ. നടുക്കൂടെ റോഡ് കണ്ടത്. പട്ടം പറക്കും. ഈ നൂലുകൾ തമ്മിൽ കുരുങ്ങിയ പ്രശ്നമായിരുന്നു. ഇവിടെ ചെറുതായിരുന്നപ്പോ ഇവിടെ വരുമ്പോ ശബരിക്കൂട്ടം ഭയങ്കര വാശിയായിരുന്നു, ഒരു പട്ടം മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. പക്ഷെ എന്തായാലും അവിടെ ചെല്ലുമ്പോ അവിടെ കാറ്റില്ലല്ലോ, അതുപോലെ മരമല്ലേ മുഴുവൻ. ഇതുവരെ വെളും പറമ്പ് വേണം. ഓ, ഇതിനാണല്ലേ അവിടെ ബക്കറ്റ് വെക്കുന്നത് വിൽക്കാനായിട്ട്. അതുകൊണ്ട് അവിടെ ബക്കറ്റ്, ചെറിയ ബക്കറ്റും ഇതൊക്കെ നിരത്തി വെച്ചേക്കണം. എന്തിനാന്ന് മനസ്സിലായ? ആ കാണുന്ന ഐറ്റത്തിനാ. അങ്ങോട്ടും ബക്കറ്റില് മണ്ണും എടുത്ത് ഗോപുരം ഉണ്ടാക്കാം. ഞാൻ പലപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ ഇത് വിൽക്കാൻ വെച്ചേക്കണെന്ന്.
ഈ പാലം കെട്ടിയിട്ട് എത്ര വർഷമായി കാണും അവിടെ? ഉദ്ഘാടനം ചെയ്തിട്ട് 3 വർഷമായി. ആണല്ലയോ? 19 വന്നപ്പോ ഈ പാലത്തിന്റെ പണി നടക്കുമായിരുന്നു. എവിടെ? ഈ പാലത്തിന്റെ. ആണോ? അതെ. അവര് പറഞ്ഞു 24-25ഓളം കാണുമെന്ന്. ആണോ? ആ സമയമൊക്കെ അതിന്റെ ഉദ്ഘാടനം കാണും. ഇതിപ്പോ 22-ലല്ലേ ഇത് ഉദ്ഘാടനം? അതെ. അല്ല ഞാൻ പറഞ്ഞു 22-ലെ ഉദ്ഘാടനം ചെയ്ത ഇച്ചിരൂടെ ഇതായ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും. ഇത്ര പോലും വെയിലും കൂടെ കടന്നു. 6 മണിയായോ? 6 മണിയാണെങ്കിൽ നല്ല വെയിലുണ്ടല്ലേ? ആ ഞാൻ 5 മണി 5:30 ആയതല്ലോ. അത് ഈ വേനൽക്കാലം ആയതുകൊണ്ടാ. ഇവിടെ ബോട്ടിംഗ് ഇല്ല. ഇപ്പൊ ബോട്ടിംഗ് ഒന്നും ഇല്ല, ഇതുവഴി കാണുന്നില്ല. പണ്ടുണ്ടായിരുന്നു അല്ലാതെ ബോട്ടുകൾ. ഇനി അപ്പുറത്ത് നോക്കണം, അവിടെ ആയിരുന്നു ബോട്ടിംഗ് സ്റ്റേഷൻ. ആണോ? നോക്കാം. പക്ഷെ ബോട്ടിംഗ് ഉണ്ടെങ്കിൽ ഇതുവഴി പോണ കാണേണ്ടതാണ്. അന്ന് ഇതുവഴി ഒരു ചെറിയ നടപ്പാത പോലെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റും? ഇതാണ് അപ്പുറത്താണോ? അവിടെ ഇറക്കിയിട്ട് നമുക്ക് അവിടെ കൊടുക്കാം. ഇല്ല കേട്ടോ, ബോട്ടിംഗ് ഇല്ല ഇപ്പം. നിർത്തിക്കാണോ? അവിടെ ആയിരുന്നു ബോട്ടിംഗ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. ഈ ലൈഫ് ജാക്കറ്റ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതില്ല. ഇവിടെ നോക്കുമ്പോ നല്ല വ്യൂസ് ആണ് അല്ലേ? നല്ല വ്യൂ. അതിന്റെ മുകളിൽ കയറി നിന്നോ അതിലും നല്ല വ്യൂ അതാണ്. ചൂടുമുണ്ട് വെയിലിന്. വൈകുന്നേരം നല്ല തിരക്കല്ലേ? നല്ല തിരക്കാ. ഇവിടെ ഇഷ്ടം പോലെ കാറ്. ഇച്ചിരി മുമ്പ് നമ്മൾ വന്നപ്പോ ഇത്രയും കാറില്ലായിരുന്നു അല്ലേ? അങ്ങോട്ട് പോയപ്പോ ശരിയാ, ഇത്ര ഇല്ലായിരുന്നു. വണ്ടി ഈ സമയത്ത് എന്തുകൊണ്ട് ആളുകൾ കൂടുതലാണ്. ഇനിയിപ്പോ ഒരു 7-8 മണി വരെയൊക്കെ ആളുകളോട് കാണും. 6 മണിക്ക് ഇവിടെ വരുന്നേ നല്ലത്. കാരണം വെയിലൊന്നും താഴണമെങ്കിലേ 6 മണിയാവും. ഇഷ്ടംപോലെ ലൈറ്റുകളൊക്കെ ഉണ്ട് ഇപ്പൊ, പണ്ടത്തെ പോലെയല്ല. അതെ അതെ അതെ. ഹൈമാസ് ലൈറ്റൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടേ വെളിച്ചമുള്ളതുകൊണ്ട് പിന്നെ പേടിക്കും. വെട്ടക്കുറവ് വരുമ്പോഴാണ് ആളുകൾ ഭയക്കുന്നത്. അമ്പിളിയാട്ടൊക്കെ ഇതെല്ലാം സോളാർ ലൈറ്റുകളാണല്ലേ? എല്ലാം സോളാറാ. പക്ഷെ അതിന് ബാറ്ററി കാണുന്നില്ല. ബാറ്ററി എന്ത്? ലൈറ്റും അത് കാണുന്നത് ലൈറ്റാണ്. ആണോ? ആ ശരി. അതിനകത്ത് തന്നെ സ്റ്റോർ ചെയ്തിട്ടേ അതിൽ തന്നെ വെട്ടം കാണുന്ന രീതിയിലായിരിക്കും. അത് കൊള്ളാം. ബാറ്ററി വേറെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അടിച്ചോണ്ട് പോകും ആളുകൾ. താഴെയല്ലേ വെക്കാനൊക്കെ ഉള്ളു ബാറ്ററി. അതായത് ഇപ്പൊ നമ്മള് ടെക്നോളജി വർദ്ധിക്കുന്ന അനുസരിച്ച് ഇതിന്റെ ഘനം കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ? എക്സാമ്പിൾ പറഞ്ഞാ പണ്ടത്തെ TV നല്ല ഘനമായിരുന്നു. ഇപ്പോഴുള്ള TV അത് പറയുന്ന പോലെ അതിന്റെയും വ്യത്യാസമുണ്ട്. അതുപോലെ EV കാറിനകത്ത് ഇപ്പൊ വരുന്നത് ഭയങ്കര വെയിറ്റാ, വിലയും കൂടുതലാ. നമ്മൾ ഈ ഫോൺ ആദ്യം ഇറങ്ങിയപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ചെല്ലും തോറും ഈ ഫോണിന്റെ കൂട്ടായി മാറുക. ടെക്നോളജി വർദ്ധിക്കുക, ഏതാ ചാർജും വർദ്ധിക്കും. അങ്ങനൊരു ഗുണമുണ്ട്. എത്രയോ കാലമായിട്ട് ഈ മണ്ണ് കൊണ്ട് തൊട്ടിട്ടിരിക്കുക. എന്തിനാന്ന് ആർക്കറിയാം. അങ്ങോട്ട് മാറിയൊക്കെ ഇഷ്ടംപോലെ മണ്ണ്
നിന്ന് നമ്മൾ വടക്കോട്ട് പോയിട്ടില്ല അല്ലയോ? പോയിട്ടുണ്ട് ഒരിക്കൽ. വടിക്കാൻ പോയിട്ടുണ്ടോ എപ്പോഴും? പറഞ്ഞില്ലേ ഇത് അവിടെ ആറാട്ടുപുഴ ചെന്ന് കയറും ഇത്. ഈ റോഡോ? ഓ ഒരുപാട് വടക്കോട്ടുണ്ടോ? ആറാട്ടുപുഴ പോയിട്ടുണ്ടോ? ഏയ് ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ലല്ലോ. അല്ലാതെ ഈ റൂട്ടിനെ കുറിച്ച് എനിക്കറിയാം യാതൊരു വഴിയില്ല. ഇവിടെ മണൽച്ചാക്ക മണൽച്ചാക്ക എന്നാലും പകുതി കീറിയിട്ടുണ്ട്. ഏതാ മണൽച്ചാക്കയുടെ മണൽ താഴ്ത്തി മതിലായി അത് പിന്നെ ഇവിടുത്തെ തന്നെ മണൽ തന്നെയാണ് അത്. അതിനെ മതിലായ കല്ലൊക്കെ വെച്ചോണ്ടിരിക്കും. എർട്ടിഗ പക്ഷേ ഇതേ വണ്ടി എർട്ടിഗ ആണെങ്കിലും ഈ എൻജിൻ സി സി ഈ വണ്ടിയുടെ വലുപ്പത്തിനനുസരിച്ച് പോരാ. അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത്. മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. 1.5 ഒന്നുമില്ല. ഉണ്ടോ? ഏയ് എനിക്ക് തോന്നുന്നില്ല. ഇച്ചിരി പാടാ. പക്ഷേ ടാക്സിക്കൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഈ വണ്ടി. ഓടിച്ചു പോകാൻ കൊള്ളാം അല്ലേ? നല്ല കയറ്റം അതുള്ള സ്ഥലങ്ങളിൽ പാടില്ല. പ്രദേശത്ത് ഇപ്പൊ ഇച്ചിരി ഇത് സംഭവം ചെറിയ കുട്ടികൾക്ക് കാറ്റുകളെ സത്യത്തിൽ സർക്കാരിലൂടെ ഒരു അനുകൂലമായ ഒരു തീരുമാനമൊക്കെ ഉണ്ടെന്ന രീതിയിൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. മനസ്സിലായോ? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആദ്യത്തെ ഒരു ചൂടിനകത്ത് ആളുകൾ വരും, പിന്നീട് ആളുകൾ കാണത്തില്ല. അങ്ങനെയാണ് സത്യത്തിൽ ആളുകളെ കുറയുന്നതിന്റെ പ്രധാന കാരണം. ബീച്ചിൽ എപ്പോഴും ആളുണ്ടല്ലോ. അവിടെ ആ തൊട്ടിപ്പുറത്ത് മാറി കുട്ടികൾക്കുള്ള ഗെയിമുകൾ ഉണ്ടാക്കണം. അപ്പോൾ കുട്ടികൾ വന്നിട്ട് ഫിസിക്കൽ ഗെയിം, അപ്പോൾ കുട്ടികൾക്ക് ഈ എന്തോ എക്സസൈസും ആവും. കുട്ടികളെ കൊണ്ടേ വെറുതെ വീട്ടിലിരിക്കില്ലയോ. അങ്ങനല്ല, ഈ ഫിസിക്കൽ ഗെയിമില്ലേ, മേളിലോട്ട് കയറി ചാടി താഴോട്ട് ഇറങ്ങുന്ന ഗെയിമുകളുണ്ടല്ലോ. അങ്ങനെയുള്ള ഗെയിമുകളാണ് പിള്ളേരെ ഇങ്ങോട്ട് വരാൻ നിർബന്ധിക്കും. ഇപ്പൊ കടലിന്റെ മുമ്പിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും മേളിലോട്ട് കയറുന്നതും ചാടി താഴോട്ട് ഇറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള സംവിധാനം എടുക്കാമെങ്കിൽ നല്ല രസമായിരിക്കും. അല്ലേ വിളക്ക് എത്തിക്കാൻ വേണ്ടിട്ടേ. എന്തുവാ എട്ടിക്കോ? ഇത്രയുണ്ടോ? ആണോ? ഇലക്ട്രിക് ഓട്ടോമാറ്റിക് കൂടെ ഇറങ്ങാമെങ്കിൽ അങ്ങ് പൊളിക്കും വണ്ടി. ഇലക്ട്രിക് ഇറങ്ങണം. അപ്പൊ ഇവരിറക്കിയിട്ടുണ്ടല്ലോ, പിന്നെ ഇവർക്ക് ഇറക്കിയാൽ എന്തുവാ? കിയ കാരൻസ് ക്ലാവിസ് ഇറക്കിയിട്ടുണ്ടല്ലോ EV. പിന്നെ മാരുതിക്ക് ഇറക്കാനാണോ പാട്? ഇത് മേടം ഇടവുമല്ലയോ? അതാ കാര്യം. മേടം ഇടവും ആവുമ്പോഴത്തേക്കിന് അസ്തമയം താമസിക്കും. നേരത്തെ ആവും. പകലിന്റെ ദൈർഘ്യം കൂടും, രാത്രിയുടെ ദൈർഘ്യം കുറയും. അത് തന്നെ. ഇവിടെ പറഞ്ഞ പോലെ ചെറിയൊരു മൂടൽ മഞ്ഞ് പോലെ ഫീൽ ചെയ്യും. അല്ലേ? അത് നേരത്തെ ഉദയാവുന്നുണ്ട്. പുള്ളിപ്പശു അവിടെ ഇതൊരു പുള്ളിപ്പശു. അതായത് ഒരു 2 കളറും 3 കളറാക്കില്ല, അതിനാണ് പുള്ളിപ്പശു. പുള്ളിപ്പശുവിന്റെ പാലിന് എന്തെങ്കിലും ഗുണമേന്മയുണ്ടോ?
പശുവിന്റെ പാലിന് പഴയ പാട്ടുണ്ട്, പുള്ളിപ്പശുവിന്റെ പാലുണ്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പശുവിനെന്തോ ഒരു എന്തോ ഔഷധ ഗുണമുണ്ട്. പുലിപ്പാലിന്റെ ഗുണമുണ്ടോ? പുലിപ്പാലിന് ഗുണമൊന്നല്ല, പിന്നെന്തുവാ ചുമ്മാ തള്ളുവാന്ന് ആളുകള്. പിന്നെ പുള്ളിപ്പശു പച്ചപ്പുല്ല് കറുകപ്പുല്ലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പശുവിന് പ്രത്യേക ആ പാലിന് അതിന് നെയ്യിനൊക്കെ ഗുണമുണ്ടാവും. പുള്ളിപ്പശുവിന് വേറൊരു ടേസ്റ്റ് വരുമോ? ടേസ്റ്റ് അല്ല, അതിന് പാലിന്റെ വെള്ളം ഒഴിച്ചാൽ അതിന് കട്ടിയുണ്ടോ അങ്ങനെ എന്തോ ഇതുണ്ട്. കൃത്യമായിട്ട് എനിക്ക് അറിയില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഈ റോഡൊക്കെ പുതിയതായിട്ട് അറിയുന്നതാണ്. പക്ഷെ ഇവിടെ വരയൊന്നും ഇട്ടിട്ടില്ല. വരയിട്ടില്ല. വരയിടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അമ്മാസ് കിച്ചൺ വീട്ടിലൂണ്. വീട്ടിലൂണായതുകൊണ്ട് കാശ് കൊടുക്കണ്ടായിരിക്കില്ലേ? ധർമ്മജൻ പറഞ്ഞ ധർമ്മജൻ സിനിമയ്ക്കകത്ത് ചേച്ചി ഇച്ചിരി പുളിശ്ശേരി പുളിശ്ശേരി ഇച്ചിരി ഊണൊക്കെ നന്നായിരുന്നു കേട്ടോ. കൈയിട്ടതിന്റെ സൂപ്പർ ഊണ. അല്ല പൈസ അതിന് ഞാൻ വീട്ടിലൂണെന്നതിന് പൈസ ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഞാൻ എന്താ ഇവിടെ തരുന്നേ? വീട്ടിലൂണെന്നുണ്ടെങ്കിൽ വിളിച്ചിരുത്തി ചോറ് തന്നിട്ട് കാശ് പോയി. നല്ലതാ. വെളിയിരുന്ന് കൊണ്ടുവന്നത് വീട്ടിൽ ഇരുന്നില്ല. ഞാനും അങ്ങനെ വിചാരിച്ചേ, വീട്ടിൽ ഇരുന്ന് ചോറ് തന്നിട്ട് കാശ് അമ്മേന്റെ അടുത്ത് ചോദിക്കുന്നില്ലേ? യഥാർത്ഥ ടൂറിസം ഇവിടെ ആട്ടാ വരേണ്ടത് അല്ലയോ? അതെ, അവിടുത്തെ കാലത്ത് വ്യൂ നല്ല ഭംഗിയാ. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ഇച്ചിരി ബീച്ച് സൈഡ് കൂടുതലുണ്ടായിരിക്കും. ഇവിടെ ചിലപ്പോ മഴയാകുമ്പോഴേക്കും നല്ലപോലെ കടലിൽ കയറുമായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് സൂര്യന്റെ നിറം മാറി. ശരിയാ, ഇപ്പൊ ഒരു സ്വർണ്ണ കളറായി, നേരത്തെ വെള്ളി കളറായിരുന്നു അല്ലേ? അല്ല, വെളിച്ചം നേരത്തെ ഒരു വെള്ളി കളറായിരുന്നു, ഇപ്പൊ ഒരു ഗോൾഡൻ കളറായിരുന്നു. പഴയ വീടുണ്ടോ? ഇവിടൊക്കെ കുറെ പഴയ വീടുകളുണ്ട് കേട്ടോ. മരപ്പലക അടിച്ച വീട് ഇപ്പൊ കാണാൻ പ്രയാസമാണ്. ഫുൾ A+ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ റീൽസ് കണ്ടേ കേട്ടോ. 1A+, ഒരാൾക്ക് ഒരു A+. ആ, അവന് തന്നെ ബോർഡ് വെച്ചേക്കുന്നു. അവനെ തന്നെ അഭിനന്ദിച്ചിരിക്കുന്നു. നാട്ടുകാരെല്ലാരും നല്ല ഇതുള്ള ഇതാണല്ലോ മണൽപ്പരപ്പ്. ശരിയാ. ഞാൻ 10ാം നമ്പറിൽ എടുത്ത് നോക്കിയപ്പോ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ അതുലിന് ഒരു A+ കിട്ടിയ അതുലിനെ അഭിനന്ദനങ്ങൾ ഞാൻ തന്നെ സ്വന്തമായിട്ട് അഭിനന്ദിക്കുന്നു. ഒരു 5-6 വർഷം മുമ്പ് അബ്ദുൽ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ അന്നൊരു ട്രോളാ. സ്കൂളില് കഞ്ഞി വെക്കാൻ വന്ന ചേച്ചി റിസൾട്ട് കണ്ട് ബോധം കെട്ടിവിടെ. എന്താ അവര് 10ാം ക്ലാസ് ജയിച്ചിരിക്കുന്നു, അവർക്ക് A+. ആയിട്ട് ജയിച്ചിരിക്കുന്നു. ട്രോളാടേ. അന്ന് പറയാ കൊറേ അമ്മമാര് ബാഗ് തൂക്കി കിടക്കുന്നത്. എവിടെ പോണം? അബ്ദുൽ റബ്ബും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം മാറുന്നതിന് 10ാം ക്ലാസ് ജയിച്ചെടുക്കണം. ഇവിടെ കുറെ വണ്ടികളൊക്കെ ഇരിക്കുന്ന തദ്ദേശീയരായിട്ടുള്ളവരാണ്. ഇവിടെയൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടെന്ന് തോന്നുന്നല്ലേ വൈകുന്നേരം ആകുമ്പോ അല്ലേ? വൈകുന്നേരം ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട് ഇവിടെ, ഒരു ഒത്തുകൂടലൊക്കെ ഉണ്ടോ? തീർച്ചയായും. അതൊക്കെ ഇപ്പൊ നഷ്ടപ്പെട്ട യഥാർത്ഥത്തിലല്ലേ? ശരിയാ. പണ്ടൊരു എപ്പോഴും ഒരു ഇവിടെ ഉണ്ട് ആളുകൾ കൂട്ടുന്നത്
എണീക്കണം, എന്തെങ്കിലും ഒന്ന് കഴിക്കണം, കുറച്ച് നേരം കളിക്കണം, ചീട്ട് കളിക്കണം, കിടന്ന് ഉറങ്ങണം. വേറെ അന്താരാഷ്ട്ര ലെവലിലുള്ള ചിന്തകളും ടെൻഷനുകളും ഒന്നുമില്ല. ഇല്ലേ? സത്യം പറയാ ഓരോരുത്തരും തരുന്ന പൈസയുടെ കാര്യം ആലോചിച്ച് എന്തുമാത്രം ടെൻഷൻ അടിക്കുന്നു. ഇവരൊക്കെ അവരെ കിട്ടുന്നത് ഉള്ളത് മതി, ഈ സമ്പാദ്യം മതി, ഉള്ളത് മതി. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് സമാധാനം വരുന്നത്. അതെ അതെ അതെ. ഈ ടൗണിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ടെൻഷൻ. ഈ പെൻഷൻ കിട്ടിയാൽ പോലും വിഷമമായിരിക്കും. കാര്യം അവിടെ ഒരു നാടൻ കട ഉണ്ടോ, പഴയ കണ്ണാടിപ്പെട്ടിക്കകത്ത് ബോളി. രതീഷ് ഉണരൂ രതീഷ്, ഉണരൂ. വല കൂട്ടിയിട്ടേക്കുന്നത് പൂവാണോ? പൂക്കളിൽ പൂ കൂട്ടിയിടത്തില്ലേ, അതുപോലെ ഉണ്ട് കണ്ടത്. ഇപ്പൊ ഇരുട്ട് വീണു തുടങ്ങിയല്ലോ, ഒരു വെളിച്ചം. ഈ ചിത്രകുപ്തൻ എവിടുന്ന് കിട്ടി? ചിത്രകുപ്തൻ പപ്പാട് കടയ്ക്ക് പറയുന്നത്. അതിനകത്ത് അത് രതീഷിനെ പിടിച്ചുണ്ടാക്കിയ വേറൊരു പേരായിരിക്കും. അല്ലാതെ അതിന്റെ പേര് മാറിയോ? അല്ലെങ്കിലും നാദർഷയുടെ കൂട്ട് ഈ നാടൻ തമാശകളുണ്ടല്ലോ, പഴയ നാടൻ തമാശകൾ ഉണ്ടാക്കാൻ നാദർഷയെ കഴിഞ്ഞ ആളുണ്ട്. ആരടി പോലെ. ഏത് സിനിമയാണോ? ആ കോമഡി ഉണ്ട്. അതുകൂടാതെ അതിനകത്തൊരു ചെറിയ കഥയുണ്ട്. രണ്ടാമത് ആ നായകൻ പുതിയൊരു നായകനാണെങ്കിൽ പോലും ആ സിനിമ വിജയിച്ചതിന്റെ പിന്നില് നായകനെന്നല്ല, കഥകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ 2-3 സിനിമകൾക്ക് കഥ എഴുതിയതിനു ശേഷമാണ് നായക സ്ഥാനത്തേക്ക് വന്നതെന്നാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. അതിന് മുമ്പ് ഇറങ്ങിയൊരു സിനിമ ഉണ്ടല്ലോ, 3 പേര്, പൃഥ്വിരാജും ഇന്ദ്രജിത്തും ജയസൂര്യയും കൂടെ അഭിനയിക്കുന്ന. അതിന്റെ കഥ എഴുതിയതവരാ. പക്ഷെ അവർക്ക് വാല്യൂ കുറവാണെന്ന് തോന്നി. അതായത് ഈ സ്റ്റാർഡം ഇല്ലല്ലോ, അപ്പൊ കഥ വിജയിക്കണമെങ്കിൽ സ്റ്റാർഡം ഉള്ളവരെ കൊണ്ടുവരണമെന്നുള്ളതുകൊണ്ടാണ് അടുത്ത സിനിമയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞാണ് ആ കഥ അവരെഴുതി. അത് നാദിഷ സംവിധാനം ചെയ്ത് ഹിറ്റായത്. അതിനുശേഷമാണ് ആരാ കഥ എഴുതിയേ? വിഷ്ണു ഉണ്ണികൃഷ്ണൻ, നിവിൻ ജോർജ് കാല് വയ്യാത്തൊരു കഥയോ? അവർ രണ്ടുപേരും കൂടെ തിരക്കഥാകൃത്തുക്കളാണ്. കഥകളെല്ലാം നല്ലതാണ്. പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു ഞാൻ, ഒരു ബോംബ് കഥ. അത് ഒത്തിരി ഹിറ്റായ സിനിമയല്ലേ. അവര് ശ്രീനിവാസന്റെ കഥയെ കുറിച്ച് പറയാതിരിക്കും ഞാൻ നല്ലത്. അതൊന്നും നമുക്ക് എന്താ പറയുന്നത്, ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ചിന്തകൾക്കും നമ്മുടെ ഭാവനകൾക്കൊക്കെ അപ്പുറത്താണ് ചെയ്ത് വെച്ചേക്കുന്നൊന്നും ഇനി ആർക്കും പൊളിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും നമ്മുടെ എന്തുവാ പൊന്മുട്ടിയിരുന്ന താറാവ്, വടക്ക് നോക്കി യന്ത്രം, അടൂർബാസി കൊളോണിക്കൽ റാഡിക്കലായിട്ടുള്ളൊരു മാറ്റം എന്താന്ന് പറയുന്നത്. അത് അടൂർബാസിയല്ല, അയ്യോ സോറി, നമ്മുടെ സന്ദേശം സിനിമയ്ക്കകത്ത് ഇപ്പോഴും രാഷ്ട്രീയക്കാരെടുത്തിട്ട് കലക്കുന്ന കൊള്ളാവുന്ന ചെറുപ്പക്കാര് മറ്റേ പാർട്ടിയിലുണ്ട്, അവരെ മാറ്റിക്കണമെന്ന് പറയുന്നത്. റാഡിക്കലായിട്ടൊരു മാറ്റമല്ല, കൊളോണിക്കൽ എന്ത് സംഭവം. കൊളോണിക്കൽ സരണികളും ചിന്താസരണികളും ഉൾത്തിരിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ തോറ്റത്. ഈ സമയത്ത് ഒരുത്തം പഴവും ചായയായിട്ട് വരും. ഇവിടെ കൊണ്ടുപോകണം, ഞങ്ങളുടെ ദേശീയ ഭക്ഷണം പരിപ്പടയും ചായയാന്ന് അറിയത്തില്ലയോ? ഇല്ല, അറിയത്തില്ല. എന്നാൽ താൻ അറിയാം, പൂ ഉണ്ടാക്കി കൊണ്ടുപോകാൻ. പരിപ്പോട ഉണ്ടാക്കിയില്ല, പൂ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു.
അത് രസമല്ലേ, ചായ എടുത്തോ തിരിച്ചു വെറുതെ ചായ പോലെ ചാടി എടുക്കും. ഇത് കേട്ടിട്ട് തിരിച്ചു അത്രയ്ക്ക് ബുദ്ധിയുള്ള സന്ദേശം സിനിമ. അച്ഛൻ എപ്പോൾ വന്നു, അമ്പലമില്ല കല്യാണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സാറ് എപ്പോഴും തലയെ കൊണ്ടിട്ടുണ്ട്. അമ്പലമില്ല, ദൈവമില്ല, ഭക്തി പാടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് തലയെ കൂടെ മുണ്ടിട്ടുണ്ട് അമ്പലത്തിൽ തൊഴാൻ പറ്റും. അപ്പൊ സാറ് വിവാഹം കഴിച്ചോ? അത് ഞാനിന്ന് കേൾക്കുന്നത്. ഡിവോഴ്സ് ചെയ്യണോ? നമ്മളും സാറിന്റെ കാര്യം, KR-ന്റെ കാര്യമാണ് പറയുന്നത്, എന്റെ കാര്യമല്ല. അതൊക്കെ നല്ല പഴയൊരു കട ഉണ്ട്, ഒരു നാട്ടിൻപുറം ചന്തയുടെ ലക്ഷണം. ഇവിടെ കണ്ട രാഷ്ട്രീയ കൊടികളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഇവിടോട്ടായിരുന്നു സത്യത്തിൽ ആളുകൾ വരേണ്ടത്. ഇതിന് ഇങ്ങോട്ടാണ് ആളുകൾ ഒരുപാട് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ലയോ? ഈ റോഡിൽ കൂടെ ചുമ്മാ ഒരു ട്രിപ്പ് വെച്ചാലും ലാഭമാണ്. കാഴ്ചകൾ കാണാനുണ്ട്. ഒന്നുകൂടി സൂര്യൻ താഴേക്ക് വന്നു. ഇപ്പൊ വേറൊരു വൈബായില്ലേ? അല്ലെങ്കിലും കടലിന് ഓരോ സമയത്ത് ഓരോ സൗന്ദര്യമാണെന്ന് പറയുന്നത്. അതെ അതെ. ഈ ഓണ സമയമാകുമ്പോ ഈ കടൽ ഇങ്ങനെ കേറി വരും. അതെ. ആ 3 ത്രികോണം പോലുള്ള സാധനത്തിന് പറയുന്നത് എന്താ? പുലിമുട്ടിയോ? പുലിമുട്ട്. അത് ഈ തിര കയറി വരാതിരിക്കാൻ വേണ്ടുന്നതാണ് പുലിമുട്ട്. എത്ര ആളുകൾ എങ്ങനെ വന്നിരിക്കുന്നില്ലേ? ഈ അഴീക്കൽ ബീച്ചിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ ഇല്ലയോ? കടകളൊന്നുമില്ല. തായ്ലൻഡ് പോലെ ഇതൊക്കെ വേണമെങ്കിൽ നല്ല ടൂറിസ്റ്റ് മിനിസ്റ്റർ, നല്ല ടൂറിസം മിനിസ്റ്ററെ ഈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ പൊളിക്കും. തട്ടുകട ഉണ്ടല്ലോ. വീട്ടിലെ ഊണ് വീട് തന്നെ വെക്കണം നിർബന്ധം. വീട്ടിൽ നിന്നുള്ള ഊണ് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നാ പോരായോ? പിന്നെ കുടുംബശ്രീ ആരോഗ്യ കേന്ദ്രം ഇല്ലയോ? കുടുംബാരോഗ്യ കേന്ദ്രം. പണ്ട് ദന്താശുപത്രി കണ്ടിട്ട് ഭ്രാന്താശുപത്രി എന്ന് പറഞ്ഞ അത് കണ്ടു കഴിഞ്ഞ് ബോർഡ് കണ്ട മലയാളത്തിൽ എഴുതിയേക്കുന്നോണ്ട് നമ്മള് തെറ്റിദ്ധരിക്കും. ശരിയാ. പഴയ സിനിമകളൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ചന്ത പോലെ ഒരു നാട്ടിൻപുറം പോലെ സ്റ്റണ്ടും. അതാ പറഞ്ഞ പഴയ ഈ കിരീടത്തിന്റെ ബാക്കി ഭാഗവും വേണമെങ്കിൽ കിരീടത്തിന്റെ അവസാനം ചെങ്കോലിനകത്ത് മോഹൻലാൽ മരിക്കുമല്ലയോ? അതാ പറഞ്ഞു മരിച്ചില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പണിയുണ്ട്, നമ്മുടെ ജയതിന്റെ കൈ കൊടുത്താൽ മതി. ഇപ്പം ദൃശ്യത്തിന് സംവിധാനം ഉണ്ടല്ലോ, ജിത്തുജോസിന്റെ കൊടുത്തു കഴിഞ്ഞാൽ അന്നത്തെ കുത്തിന് മരിച്ചില്ലെന്നും അയാളെ ആശുപത്രി കൊണ്ടുപോയതായിട്ടും ഞാൻ പറഞ്ഞ പുതിയ കഥ ഉണ്ടാക്കണം. കുത്തി അന്ന് വീണു പക്ഷെ മരിച്ചില്ല. ആൾക്കാർ അന്ന് തട്ടിക്കൊണ്ട് പോയി വേറെ സ്ഥലത്ത് താമസിക്കുമായിരുന്നു ഇത്രയും കാലം, വീണ്ടും തിരിച്ചു വരുന്നു. ഒരുപാട് ഹൈപ്പ് വേണ്ടെന്ന് തന്നെ ആകാശി പറഞ്ഞേക്കുന്നത്. ഒരുപാട് പ്രതീക്ഷിച്ചൊന്നും വരല്ലേ എന്നാ പറഞ്ഞേക്കുന്നത്. നിങ്ങള് വൈകാരികമായതാണെന്ന് പറയുന്നത്. ദൃശ്യം 3 അല്ലയോ? അൻസിബ ഹസന്റെയും അവർ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്നവരെ ഇതില് ബാക്കി പാർട്ടികൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അല്ല അത് 15
25 വയസ്സുള്ളപ്പോ കേസ് നടക്കുന്നതായിട്ടല്ലേ ഒന്നാമത്തേല്. അടുത്തതിൽ 22, 23 വയസ്സുള്ള. ഇനി അടുത്തതിന് ചിലപ്പോ കല്യാണം കഴിച്ച് ഭാര്യ മക്കളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ചിലപ്പോ ഇനി കല്യാണാലോചന വരുമ്പോ ഈ കേസിന്റെ പ്രശ്നം പറഞ്ഞോണ്ടുള്ള എന്തെങ്കിലും വീട്ടിലെ തർക്കമൊക്കെ ആയിരിക്കും. അതും വരാൻ ചാൻസ് ഉണ്ട്. നിരപ്പല കേട്ട കടകൾ എല്ലാം ഇല്ല. ഇവിടെ ഷട്ടറാ നിരപ്പല കേട്ട കട മാടക്കട മാടക്കട. പക്ഷെ ഇരുട്ട് വീണോണ്ട് വ്യക്തമായിട്ട് കാണാൻ അവിടെ വെളിച്ചില്ലല്ലോ. എന്താ പറയാ എടാ അത് പെട്ടെന്നുള്ള ഇതിന് അങ്ങ് അടിച്ചതാ. സത്യം പറഞ്ഞാ അന്ന് അവര് കീഴടങ്ങിയിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവൂല അല്ലേ. അവന് ഉപദ്രവിക്കാൻ വന്നു, ഭീഷണിപ്പെടുത്തിയപ്പോ. പക്ഷെ അവിടെ അമ്മയോട് ഓർക്കാതെ പെട്ടെന്ന് അവനെ ആക്രമിക്കാൻ വന്നപ്പോ 2 പെണ്ണുങ്ങൾ മാത്രമുള്ള സ്വരക്ഷ അടിച്ചതാ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ല. എപ്പോഴേ വെളിയിറങ്ങായിരുന്നു. പിന്നെ സിനിമ എടുക്കേണ്ട കാര്യമില്ല. 3 പേരുടെ ജയിലിൽ പോകുന്നു ശുഭം കാണിച്ചാൽ അപ്പൊ ഭദ്രന്റെ സിനിമയെല്ലാം അങ്ങനെ തന്നെ. അപ്പൊ 15 മിനിറ്റ് കൊണ്ട് സിനിമ തീർന്നു. ലാസ്റ്റ് അണ്ണാ ആ പോപ്കോണിന്റെ പകുതി കാശിങ് തരുമോ? ഭദ്രന്റെ സിനിമയല്ല അങ്ങനെ. ഭദ്രന്റെ സിനിമയിൽ ലാസ്റ്റ് നായകൻ ജയിക്കും. സ്ഫടികത്തിനകത്ത് അയാള് സ്ഫടികം പിന്നെ വെള്ളിത്തിര ഞാൻ കണ്ടത്. ഇനി വേറെ ഉണ്ടോന്ന് എനിക്കറിയില്ല. സ്ഫടികം ജയിലിൽ പോകും. ലൈറ്റ് വയലറ്റിലാണ്. ലോഹിതദാസിന്റെ കൂട്ടം. ലോഹിതദാസും ഇതുപോലെ സിനിമ എടുക്കുക, അവസാനം നായകനെ കൊല്ലുക, അവസാനം കരഞ്ഞോണ്ട് ഇറങ്ങി വരുന്നുള്ളൂ. കിരീടവും ചെങ്കോലും ഒക്കെ ലോഹിതദാസിന്റെ അല്ലേ. നായകനെ ഇമോഷൻ, മലയാളികളുടെ ഇമോഷൻ ഇട്ട് തട്ടിക്കളിച്ചിട്ടുള്ള കക്ഷി അല്ലേ. സ്ഫടികത്തിലോ? സ്ഫടികത്തില് തിലകനെ കൊല്ലുന്നതിന് അയാള് തിരിച്ച് ആ വില്ലനെ കൊല്ലത്തില്ലേ. തിലകനെ കൊല്ലുവോ? തിലകനെ അടിക്കുകയല്ലേ ചെയ്യുന്നേ? അല്ല, തിലകൻ ലാസ്റ്റ് മരിക്കൂലേ? തിലകൻ ആത്മഹത്യ ചെയ്യൂടെ? ആത്മഹത്യയല്ല, നെഞ്ചുവേദന. അല്ല, ഏത് സിനിമയ്ക്കകത്ത കാര്യം പറയുന്നത്? സ്ഫടികം. സ്ഫടികം. സ്ഫടികത്തിന് അതല്ലയോ? ഞാനേ കിരീടത്തിൽ നിൽക്കുക. കിരീടത്തിലല്ല, മറ്റേ സ്ഫടികത്തില് ഈ വില്ലൻ കാരണമല്ല തിലകം മരിക്കുന്നു. അല്ലാണ്ട് ബോംബ് പൊട്ടി തെറിച്ചോ എന്നുണ്ട്. ഇങ്ങനെ ഞാൻ ശരിക്കും 90s കിഡ് ആണോ? ആണോ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ കാര്യം? അല്ല, 90s അറിയാവുന്ന പാട്ടുകളല്ല എനിക്ക്. പെട്ടെന്നൊരാൾക്ക് മനസ്സിലാവും. ഇവനെ 3, 4, 5 വയസ്സ് കാണും. പാടിക്കൊണ്ടുവന്ന പാട്ട് ഏതാന്നറിയാമോ? മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. എനിക്കത് ചെയ്യുന്നു ഇവന് ഈ പാട്ടോടെ നിന്ന് കിട്ടിയെന്ന്. ഞാൻ പുറകെ ചോദിക്കാന്ന് എവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയെന്ന്. അതാണ് ഞാൻ എന്ത് സ്ഥലപ്പേരും മുറിയ